ഞെട്ടി എഴുന്നേറ്റ് ഗൗരി കണ്ടത് മുറിയിൽ വീണ് കിടക്കുന്ന ഹരിയെയാണ്. അവളുടെ നിലവിളി കേട്ട് മറ്റുള്ളവർ ഓടി വന്നു. മേശപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് സുകുമാരൻ നായർ അവന്റെ മുഖത്ത് തളിച്ചു. അവൻ സാവധാനം കണ്ണു തുറന്നു. ഉടൽ വെട്ടിവിറയ്ക്കുന്നത് കണ്ട് ഗൗരി അവനെ ചേർത്തു പിടിച്ചു. അവൻ എല്ലാവരുടെയും മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. എന്താടാ മോനെ, നിനക്ക് എന്താ പറ്റിയത്? സാവിത്രി ടീച്ചർ നിലവിളിയോടെ ചോദിച്ചു. ഹരി നടന്ന കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. അവൻ പറഞ്ഞ കാര്യങ്ങൾ സർവരെയും നടുക്കി. ഭയം കൊണ്ട് കൃഷ്ണ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്തോ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം കുടുംബത്തിനു മേലുണ്ട്. അല്ലെങ്കിൽ നിരീശ്വരവാദിയായിരുന്ന തൻ്റെ മകൻ ഈ അവസ്ഥ വരില്ല. സുകുമാരൻ നായർ മനസ്സിലുറപ്പിച്ചു. അതിനുള്ള മറുപടി എന്ന പോലെ തൊടിയിലുള്ള ഏതോ മരക്കൊമ്പിലിരുന്നു കൊണ്ട് ഒരു മൂങ്ങ മൂളുന്നുണ്ടായിരുന്നു. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഉമ്മറവാതിലിൽ നിർത്താതെയുള്ള മുട്ട് കേട്ടുകൊണ്ടാണ് രമ വാതിൽ തുറന്നത്. വാതിക്കൽ സാവിത്രി ടീച്ചറും ഗൗരിയും. രണ്ടുപേരുടെയും മുഖം കണ്ടപ്പോഴേ എന്തോ പന്തികേടുണ്ടെന്ന് രമയ്ക്ക് തോന്നി. എന്താ രണ്ടുപേരും കൂടി രാവിലെ? രണ്ടുപേരും നിന്ന് വിറയ്ക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. വാ, അകത്തേക്ക് ഇരിക്കാം. രമ രണ്ടുപേരെയും കൂട്ടി അകത്തേക്ക് പോയി. നിങ്ങളിരിക്കെ, ഞാൻ അമ്മയെ വിളിക്കാം. രമ ചെന്ന് ജാനകിയമ്മയെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. എന്തോ പ്രശ്നമുണ്ടമ്മേ. ഇല്ലേ രണ്ടാളും രാവിലെ വരില്ല. നീ ചോദിച്ചില്ലേ? ഉവ്വ്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ജാനകിയമ്മ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ രാവിലെ? എന്തു പറ്റിയടി? ഗൗരിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് അവർ ചോദിച്ചു. അമ്മേ, കരച്ചിൽ വന്നിട്ട് അവൾക്ക് പറയാൻ പറ്റുന്നില്ല. എന്താടി ഇത്? നീ കരയാതെ കാര്യം പറ. അടുത്തിരുന്ന് വാത്സല്യത്തോടെ അവളെ തഴുകിക്കൊണ്ട് ജാനകിയമ്മ പറഞ്ഞു. അവൾ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ജാനകിയമ്മയോട് പറഞ്ഞു. പലപ്പോഴും തേങ്ങലിൽ വാക്കുകൾ മുറിയുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കുകയായിരുന്നു, സാവിത്രി ടീച്ചർ പറഞ്ഞു. അത് കാര്യമാക്കേണ്ട മോളെ. അവന് പേടികൊണ്ട് ചിലപ്പോൾ തോന്നിയതാവും. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ജാനകിയമ്മ പറഞ്ഞു. അല്ലമ്മേ, ഞങ്ങൾ താമസത്തിന് വന്ന അന്ന് രാത്രിയിൽ വാഴകൾക്കിടയിൽ ഞാനൊരു ഭീകരസത്വത്തെ കണ്ട് പേടിച്ചതാ. ഹരിയേട്ടൻ കളിയാക്കുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഞാനും ദുസ്വപ്നം കണ്ട് പേടിച്ച കാര്യം പറഞ്ഞിട്ടും ആരും അത്ര കാര്യമാക്കിയില്ല. ഒരു കാര്യം ഉറപ്പാ, ഏതോ ഒരു പൈശാചിക ശക്തിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. സാവിത്രി ടീച്ചർ അത് പറയുമ്പോൾ ജാനകിയമ്മ വേറെന്തോ ആലോചിക്കുകയായിരുന്നു. അവിടെ ദുർമരണങ്ങളൊന്നും നടന്നിട്ടില്ല സാവിത്രി. പിന്നെ എവിടുന്ന ഉപദ്രവം? അവർ വേഗം ചെന്ന് കണ്ണട എടുത്തു വെച്ച് കലണ്ടറിൽ എന്തോ നോക്കി. പിന്നെ ഗൗരിയുടെ അടുത്തെത്തി പറഞ്ഞു. മോളെ, ഇന്നത്തെ ദിവസം കുഴപ്പമില്ല. നമുക്കൊരിടം വരെ പോണം. എവിടെ ജാനകിയമ്മേ? സാവിത്രി ടീച്ചർ ചോദിച്ചു. ഗോപാലഗണകന്റെ വീട് വരെ. ജോത്സ്യനാണ് അയാൾ. പോരുമ്പോൾ ഹരിക്കുട്ടൻ്റെയും മോളുടെയും ജാതകമുണ്ടെങ്കിൽ എടുത്തോളണം. ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരാം. എനിക്ക് അവനെയും ഒന്ന് കാണണം. ജാനകിയമ്മ ചെല്ലുമ്പോൾ ഗൗരിയും സാവിത്രി ടീച്ചറും ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ഹരി അവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ജാനകിയമ്മയ്ക്ക് വിഷമം തോന്നി. നീ ഒരു മാഷല്ലേടാ മോനെ. നീ ഇതാരോടെങ്കിലും പറഞ്ഞത് അവർ വിശ്വസിക്കുമോ? നിരീശ്വരവാദിയായി നിന്നെ പിടിക്കാൻ പിശാച് വന്നെന്ന് പറഞ്ഞാൽ അവർ നിന്നെ കളിയാക്കില്ലേ? അപ്പോൾ ഞാൻ കണ്ടതോ? അപ്പോൾ ദുരാത്മാക്കളും പിശാചുക്കളും ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഞാൻ നേരിൽ കണ്ടതാണ്, ഹരി തറപ്പിച്ചു പറഞ്ഞു. പിന്നെന്താ ഈശ്വരൻ ഇല്ലെന്ന് നിനക്ക് തോന്നാൻ കാരണം? നീ പറഞ്ഞതുപോലെ ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ഈശ്വര ശക്തിയുമുണ്ട്. അത് മനസ്സിലാക്കാൻ നിനക്ക് ഒരനുഭവം വേണ്ടി വന്നു. അതൊരു സത്യമാണ്. മനുഷ്യൻ ഓരോ പേരിൽ ആരാധിക്കുമ്പോഴും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി, ആ ശക്തി തന്നെയാണ് ഏറ്റവും വലുതും നിത്യമായതും. അതുകൊണ്ട് നീ ധൈര്യമായിരിക്കുക. നമുക്കിറങ്ങാം സാവിത്രി. ഞാനും വരാം. ഈ അവസ്ഥയിൽ ഗൗരിമോൾ വണ്ടി ഓടിച്ചാൽ ശരിയാകില്ല. സുകുമാരൻ നായർ ഗൗരിയുടെ കയ്യിൽ നിന്നും കാറിന്റെ കീ വാങ്ങി. അവർ ഗോപാലഗണകന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ 3-4 വണ്ടികൾ കിടപ്പുണ്ടായിരുന്നു. മണി 9 കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ വിളിച്ചപ്പോൾ 10 മണി കഴിഞ്ഞ് വന്നാൽ മതിയെന്നാ ജോത്സ്യൻ പറഞ്ഞത്. നമ്മളായിട്ട് താമസിച്ചെന്ന് വേണ്ട, ജാനകിയമ്മ പറഞ്ഞു. അവർ വണ്ടിയിൽ നിന്നിറങ്ങി ജോത്സ്യരുടെ വീട്ടിലേക്ക് ചെന്നു. വിശാലമായ ഹാളിൽ നിരത്തിയിട്ടിരുന്ന കസേരയിൽ അവർ ഇരുന്നു. അവർക്ക് മുന്നേ 20ഓളം പേരുണ്ടെന്ന് സാവിത്രി ടീച്ചർക്ക് തോന്നി. ഇവിടെ നല്ല തിരക്കാണല്ലോ ജാനകിയമ്മേ. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ അല്ല സാവിത്രി ഇവിടുത്തെ കാര്യം. ഇവിടെ പ്രശ്നം നോക്കാൻ വരണമെങ്കിൽ 12 മണിക്ക് മുമ്പ് ഇവിടെ വരണം. പ്രശ്നം പറയുന്നതിന് ഇത്ര സമയമെന്നില്ല. ചിലർക്ക് 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കഴിയും, ചിലർക്കത് മണിക്കൂറുകൾ എടുക്കും. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മിണ്ടാതിരുന്നാൽ മതി. കാരണം ഇവിടെ അങ്ങനെയാണ്. ആരൂഢം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും പറയില്ല. ചിലർ അപ്പോൾ താമ്പൂല പ്രശ്നം പറയും. ഇവിടെ അതില്ല. ആരൂഢം തടസ്സപ്പെട്ടാൽ ദക്ഷിണ വാങ്ങില്ല. അത് പ്രശ്നം തെളിയുമ്പോൾ മാത്രം. സമയം പോയിക്കൊണ്ടിരുന്നു.
10:15 കഴിഞ്ഞപ്പോൾ ജോലിസറുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന സ്ത്രീ ചോദിച്ചു, "ആരാ ജാനകിയമ്മ?" "ഞാനാണ്." അവർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. "അകത്തേക്ക് ചെല്ലാൻ" പറഞ്ഞു. ജാനകിയമ്മ ഗൗരിയെയും സാവിത്രി ടീച്ചറെയും കൂട്ടി ജോലിസറുടെ മുറിയിലേക്ക് ചെന്നു. 60 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു മെലിഞ്ഞ മനുഷ്യൻ. നെറ്റിയിൽ ഭസ്മക്കുറിയും സിന്ദൂരവും, ഇടതു തോളിൽ ഒരു 2-ാം മുണ്ടിട്ടിട്ടുണ്ട്. ജാനകിയമ്മയെ കണ്ട് അയാൾ ചിരിച്ചു. "ഇരിക്കെ." അയാൾക്ക് അഭിമുഖമായി അവർ 3 പേരും ഇരുന്നു. "ജോലിസരെ, ഇവർ എനിക്ക് വേണ്ടപ്പെട്ടവരാ. നമ്മുടെ മാത്തൻ മാപ്പിളയുടെ ചെറുവരമ്പത്ത് താമസിക്കാൻ വന്നവരാ. വന്ന അന്ന് തൊട്ട് ദുർനിമിത്തങ്ങളും പൈശാചിക രൂപങ്ങളെയും കാണുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇവളുടെ ഭർത്താവ് എന്തോ ഭീകര രൂപം കണ്ട് പേടിച്ചു. അതിന്റെ കാര്യം എന്താണെന്നറിയാൻ വന്നതാ." ജോലിസേൻ ഒരു നിമിഷം ധ്യാനിച്ചിരുന്നു. പിന്നെ ഗ്രഹനാഥന്റെ പേരും നാളും ഇപ്പോൾ താമസിക്കുന്ന വീട്ടുപേരും ചോദിച്ച് ഒരു പേപ്പറിൽ കുറിച്ചു വെച്ചു. "എല്ലാവരും നല്ലവണ്ണം പ്രാർത്ഥിച്ചോളണം." അയാൾ മന്ത്രജപങ്ങളോടെ രാശിപ്പലകയിലിരുന്ന കവടികൾ കൈകൊണ്ട് ഒഴിഞ്ഞു. അതിൽ നിന്നും ഒരു പിടി വാരി മാറ്റി കൂട്ടി നോക്കിയിട്ട് അയാൾ പറഞ്ഞു, "ദൈവാധീനമുണ്ട്. ഗ്രഹനാഥന് നല്ല സമയമാണ്. ദോഷങ്ങളൊന്നും കാണുന്നില്ലല്ലോ ജാനകിയമ്മേ. ഈ ജാതകങ്ങൾ ഒന്ന് നോക്കണം." ഹരിയുടെയും ഗൗരിയുടെയും ജാതകങ്ങൾ കൊടുത്തുകൊണ്ട് സാവിത്രി ടീച്ചർ പറഞ്ഞു. ജാതകങ്ങൾ രണ്ടും വാങ്ങി അയാൾ അത് വിശദമായി നോക്കി. ഗൗരിയുടെ ജാതകം നോക്കുമ്പോൾ അയാളുടെ മുഖത്ത് പല ഭാവങ്ങൾ മാറുന്നത് അവർ കണ്ടു. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അത് മടക്കി സാവിത്രി ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തു. "അത് നോക്കണമെന്നില്ല." "അതെന്താ ജോത്സ്യരെ?" സാവിത്രി ടീച്ചർ വേവലാതിയോട് ചോദിച്ചു. "ആ ജാതകപ്രകാരം ആളിപ്പോൾ ജീവനോടെ കാണില്ല. അതുകൊണ്ടാണ് നോക്കണ്ടെന്ന് പറഞ്ഞത്." "ഈ ഇരിക്കുന്ന ഗൗരിയുടേതാണ് ജാതകം." ജോത്സ്യരെ നോക്കി ജാനകിയമ്മ പറഞ്ഞു. അത് കേട്ട് ഗോപാലഗണകൻ ഞെട്ടി. അയാൾ വിശ്വാസം വരാതെ ഗൗരിയെ നോക്കി. "ഈ കുട്ടിയുടെ ജാതകമാണോ അത്?" "അതെ, എൻ്റെ മരുമകളായവൾ." പറയുമ്പോൾ സാവിത്രി ടീച്ചറിന്റെ തൊണ്ടയിടറി. "ഇവളാണ് താമസത്തിന് വന്ന അന്ന് രാത്രി പേടിപ്പെടുത്തുന്ന എന്തോ കണ്ടത്. ഇവളുടെ ജാതകപ്രകാരം ദീർഘായുസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും 24 വയസ്സും 4 മാസവും കഴിയുമ്പോൾ അപമൃത്യു സംഭവിക്കുമെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടാനുള്ള ഒരു കാരണവും അതിൽ കാണുന്നില്ല. ഇപ്പോൾ ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്." ജാനകിയമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചുണ്ടായ കാര്യവും ചരടും കുങ്കുമവും കൊടുത്തതുമായ കാര്യങ്ങളൊന്നും വിടാതെ അവർ അയാളോട് പറഞ്ഞു. "അപ്പോൾ ദോഷം ഈ കുട്ടിക്ക് തന്നെയാണ്. സംശയം വേണ്ട." അയാൾ കവടിയിൽ 2 കൈയും കൂട്ടിവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. "നമുക്ക് നോക്കാം എന്താണ് ദോഷമെന്ന്." എല്ലാവരും ഇഷ്ടദൈവങ്ങളെ പ്രാർത്ഥിച്ച് ഏതാശക്തി വഴിപാടുകൾ നേർന്നുകൊള്ളൂ. മന്ത്രജപങ്ങളോടെ കവടികൾ ഒഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞ അയാൾ 2-ാം മുണ്ടുകൊണ്ട് മുഖത്തെ വിയർപ്പ് തുടച്ചു. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, "കുഴപ്പമാണല്ലോ ജാനകിയമ്മേ." "എന്താ ജോത്സ്യരെ?" "പ്രശ്നവശാൽ ഒരു രക്ഷസിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. അത് ഇവർ വന്നപ്പോൾ കൂടെ വന്നതാണോ ഇവിടുന്ന് കൂടിയതാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, അതിന്റെ ലക്ഷ്യം ഇവൾ തന്നെയാണ്. അതാരാണെന്നും എവിടെ നിന്ന് വന്നെന്നും മനസ്സിലാക്കാൻ ഒരു മാർഗമുണ്ട്." "എന്താണത്?" "നിങ്ങളുടെ വീടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ടോ?" "ഉണ്ട്." "എങ്കിൽ അവിടേക്ക് യഥാശക്തി വഴിപാട് നിശ്ചയിച്ച് അമ്മയെ തന്നെ മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ചു പ്രാർത്ഥിച്ചോളൂ." കവടികൾ നശിപ്പലകയിൽ ഒഴിയുമ്പോൾ അയാളുടെ ചുണ്ടിൽ നിന്നും ഭദ്രകാളി മന്ത്രങ്ങൾ ഉയർന്നു. "ജാനകിയമ്മേ, ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി കാണുന്നു." "എന്താ ജോത്സ്യരെ? എൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടോ?" ജീവശവം പോലെ ഇരിക്കുകയാണ് ഗൗരി. അവളെ സമാധാനിപ്പിക്കാൻ ജാനകിയമ്മ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. "പ്രശ്നവശാൽ കാണുന്നത് ഒരു പിശാചിനിയെയാണ്. അതിലും ഭയക്കേണ്ട ഒരു കാര്യമുള്ളത് അവൾ ബന്ധനമുക്തയായി വന്നതാണ് എന്നതാണ്. അതിനാൽ ആ രക്ഷസിന് 10 മടങ്ങ് ശക്തിയാണ്. അതുകൊണ്ടാണ് അവൾ ക്ഷേത്ര പരിസരത്ത് വെച്ച് നിങ്ങളുടെ പരദേവതയെ വരെ വെല്ലുവിളിച്ചത്." സാവിത്രി ടീച്ചർക്ക് ശരീരം തളരുന്നതുപോലെ തോന്നി. "ഇതിനെന്താണ് പരിഹാരമാർഗം ജോത്സ്യരെ?" "കർമ്മം ചെയ്ത് ഒഴിപ്പിക്കണം. എന്ന് വെച്ചാൽ അവളെ തളയ്ക്കണം, അല്ലാതെ പോവില്ല. അത്രയ്ക്ക് പ്രതികാരദാഹിയും ഭീകരരൂപിയുമായ രക്തരക്ഷസാണവൾ. ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദുർമരണം വിതച്ചവൾ തളയ്ക്കപ്പെട്ടതിന് ശേഷം പുനർജനിച്ചതാണ്." "ഇതിന് പരിഹാരം ഒന്നുമില്ലേ ജോത്സ്യരെ?" സാവിത്രി ടീച്ചർ നിലവിളിയോടെ ചോദിച്ചു. "പരിഹാരമില്ലാത്തതായി ഒരു കാര്യവുമില്ല സാവിത്രി," ജാനകിയമ്മ പറഞ്ഞു. "ഇതിന് പരിഹാരം കാണാൻ എൻ്റെ അറിവിൽ ഒരാളേയുള്ളൂ. അയാളെ കൊണ്ട് നടക്കുമോയെന്ന് നമുക്ക് ദേവിയോട് തന്നെ ചോദിക്കാം." രാശിപ്പലകയിൽ വീണ്ടും കവടികൾ ഒഴിഞ്ഞ് നിരത്തപ്പെട്ടു. കുറച്ചു നേരത്തെ കൂട്ടിക്കിഴിക്കലുകൾക്ക് ശേഷം ഗോപാലഗണകൻ പറഞ്ഞു, "മതി, അദ്ദേഹം മതിയെന്നാണ് രാശി പറയുന്നത്." "എന്തുകൊണ്ടും ഉത്തമം." "ആരാണ് ജോത്സ്യരെ ആള്?" "ഇപ്പോൾ തന്നെ പോയി കാണാം." സാവിത്രി ടീച്ചർക്ക് തിടുക്കമായി. "സ്ഥലം കുറച്ച് വടക്കാണ്. ആള് പ്രഗത്ഭനാണ്. അയാൾ ഇത് ഏൽക്കാൻ പാടാണ്. ഏറ്റാൽ നിങ്ങൾ രക്ഷപ്പെട്ടു."
ആരാണ് ജോത്സ്യരെ അദ്ദേഹം? സാവിത്രി ടീച്ചർ വീണ്ടും ചോദിച്ചു. ചൂഴാറ്റില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ ഇളയ മകൻ ബ്രഹ്മദത്തൻ. ബ്രഹ്മദത്തൻ നമ്പൂതിരി മഹാമാന്ത്രികനാണ്. പക്ഷേ സ്വഭാവം മുഷടത്തരമാണ്. പക്ഷെ ഒരു തീരുമാനം എടുത്താൽ പിന്നെ മാറില്ല. എഴുതി തീർന്ന് ചാർത്ത് മടക്കി എടുക്കുന്നതിനിടയിൽ ജോത്സ്യർ ജാനകിയമ്മയോട് പറഞ്ഞു, നമ്മുടെ കാലായിലെ മണിയനെയും കൂട്ടി ചെന്നാൽ മതി. അവൻ നേരത്തെ എൻ്റെ കൂടെ അവിടെ വന്നിട്ടുണ്ട്. മണിയനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. പിന്നെ നിങ്ങൾ ഇല്ലത്ത് ചെന്ന് കഴിഞ്ഞ് ദത്തനെ ഞാൻ വിളിച്ചോളാം. അദ്ദേഹം മടക്കിയെടുത്ത ചാർത്ത് സാവിത്രി ടീച്ചറുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. 1001 രൂപ ദക്ഷിണ നൽകിയ സാവിത്രി ടീച്ചറിന്റെ കയ്യിലേക്ക് അദ്ദേഹം 1000 രൂപ തിരിച്ചു നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ നാണയം മതി എനിക്ക് ദക്ഷിണയായിട്ട്. ആ പൈസയ്ക്ക് ഇവളുടെ പേരുള്ള വഴിപാട് നടത്തിക്കോ. അവർ ഇറങ്ങിപ്പോകുമ്പോൾ ഗൗരിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഗോപാലഗണകൻ. എന്തു പറഞ്ഞു ജോത്സ്യൻ? എല്ലാം വീട്ടിൽ ചെന്നിട്ട് വിശദമായി പറയാം സുഖുവേട്ട. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും വല്ലാത്ത വീർപ്പുമുട്ടലിലായിരുന്നു. കേട്ട കാര്യങ്ങളുടെ ഗൗരവം ഓർത്തപ്പോൾ ജാനകിയമ്മയ്ക്ക് ഭയം തോന്നി. വർഷങ്ങളായി അറിയുന്ന ആളാണ് ഗോപാലഗണകൻ. പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ തെറ്റിയിട്ടില്ല. അതാണ് അവരുടെ നെഞ്ചിടിപ്പേറ്റിയത്. വീട്ടിൽ വന്ന് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഗൗരിയുടെ അച്ഛൻ സോമശേഖരൻ നായരെ വിളിച്ച് വിവരം പറഞ്ഞു സുകുമാരൻ നായർ. സോമശേഖരൻ നായരുടെയും സുഭദ്രയുടെയും ഏക മകളാണ് ഗൗരി. ഗൗരിക്കാണ് ഉപദ്രവമെന്നറിഞ്ഞപ്പോൾ ഹരിയുടെ നെഞ്ചു പിടച്ചു. അവന്റെ മനസ്സിൽ ഗൗരിയെ തന്നെ നോക്കി നിൽക്കുന്ന ആ ഭീകര സത്വത്തിന്റെ ആർത്തിയോടെയുള്ള മുഖം തെളിഞ്ഞു വന്നു. നീ എന്താ ചിന്തിക്കുന്നത്? അവന്റെ ഇരിപ്പ് കണ്ട് ജാനകിയമ്മ ചോദിച്ചു. അതിന് മാത്രം വിഷമിക്കാനുള്ള കാര്യമൊന്നും ഇല്ല മോനെ. നീ വിഷ്ണുവിനെയും കൂട്ടി ഇന്ന് തന്നെ മണിയനെ ചെന്ന് കാണണം. അവന് സൗകര്യം എന്നാണെന്ന് വെച്ചാൽ അന്ന് തന്നെ പോയി തിരുമേനിയെ കാണണം. അത് കഴിഞ്ഞ് വേണം എനിക്ക് ജോത്സ്യനെ വിളിച്ചു പറയാൻ. അവർക്ക് തമ്മിൽ എന്തോ കാര്യമായി പറയാനുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും തിരുമേനിയെ കണ്ടു കഴിഞ്ഞ് വിളിച്ചു പറയാൻ പറഞ്ഞത്. ഇല്ലേ ജാനകിയമ്മേ? സുകുമാരൻ നായർ ചോദിച്ചു. തകിട് എന്തെങ്കിലും എഴുതി ഇവളെ ധരിപ്പിക്കണോ? ഒന്നും വേണ്ട. അവളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ ചരട് മാത്രം മതി. എൻ്റെ പരദേവതകൾക്കറിയാം ശത്രുവിൻ്റെ ശക്തി എന്താണെന്ന്. ഒരു ക്ഷുദ്രശക്തിയും എൻ്റെ കുട്ടിയെ തൊടില്ല. ആരുടെയും ശരീരത്തിൽ നിന്നും തിരുമേനി വരുന്നതിന് മുമ്പ് രക്ഷാചരടുകൾ നഷ്ടമാവരുത്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ജാനകിയമ്മ ഓർമ്മിപ്പിച്ചു. ജാനകിയമ്മ പോയി കഴിഞ്ഞപ്പോൾ ഹരി വിഷ്ണുവിനെ വിളിച്ചു. എന്താ സാർ, നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഇവിടം വരെ വരണം. അത്യാവശ്യമാണോ? എന്താ സാർ കാര്യം? അത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല. നീ വീട്ടിലേക്ക് വാ. അയാൾ ഫോൺ കട്ട് ചെയ്തു. വിഷ്ണു വന്നപ്പോൾ 6 മണിയായി. അപ്പോഴേക്കും ഗൗരിയുടെ അച്ഛനും അമ്മയും എത്തിയിരുന്നു. ഞങ്ങൾ എല്ലാവരും മോനെയും കാത്തിരിക്കുകയായിരുന്നു, സുകുമാരൻ നായർ പറഞ്ഞു. വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതാ വൈകിയത്. അത് കുഴപ്പമില്ല, നീ ഇരിക്കെ, ഹരി പറഞ്ഞു. കൃഷ്ണേ, നീ ചെന്ന് ജാനകിയമ്മയെ കൂട്ടി വാ, സാവിത്രി ടീച്ചർ മകളോട് പറഞ്ഞു. കൃഷ്ണ അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് വേഗം ജാനകിയമ്മയെ വിളിക്കാൻ പോയി. അവിടെയുള്ളവരുടെ പെരുമാറ്റം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൃഷ്ണ ജാനകിയമ്മയുമായി വന്നു. അവരുടെ സാന്നിധ്യത്തിൽ അവിടെ നടന്ന കാര്യങ്ങളും ജോത്സ്യൻ പറഞ്ഞ കാര്യവും അവനോട് പറഞ്ഞു. സാവിത്രി ടീച്ചർ അറിയാതെ ഒരു വിറയൽ ശരീരത്തിനുണ്ടായി വിഷ്ണുവിന്. അവൻ അവിടെ ഇരുന്ന് ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. എന്തോ പേടി കിട്ടിയതുപോലെ വിളറിയിരിക്കുകയാണ് പാവം. നീ എന്താ വിഷ്ണു ആലോചിക്കുന്നത്? ഇവിടെ ജനിച്ചു വളർന്ന ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം. എൻ്റെ അറിവിൽ അറിയാവുന്ന ഒരു ദുർമരണം സന്ധ്യേച്ചിയുടേതാണ്. ഇപ്പോൾ നിന്നെ വിളിപ്പിച്ചത് ഒരു സഹായത്തിനാണ്, ജാനകിയമ്മ പറഞ്ഞു. എന്ത് സഹായം? നീ ഹരിയുടെ കൂടെ കാലായിലെ മണിയൻ്റെ വീട് വരെ ഒന്ന് പോകണം. ജോലിസർ വിളിച്ച് അവനോട് കാര്യങ്ങൾ പറഞ്ഞു കാണും. ഇന്നിനി പോകാൻ നിൽക്കണ്ട. വൈകിട്ടായാൽ അവൻ കായലിൽ വീശാൻ പോകും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു സമയമാകും. നല്ല കോളുള്ള ദിവസമാണെങ്കിലോ, കൂട്ടുകാർ കൂടെ ഉണ്ടെങ്കിലോ, വീട്ടിലെത്തുമ്പോൾ വെളുപ്പാങ്കാലമാകും. അപ്പോൾ മത്സ്യബന്ധനമാണോ അയാളുടെ പണി? ഹരി തിരക്കി. അല്ല, അവനതിൻ്റെ ആവശ്യമില്ല. സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് പിരിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. ചെറുപ്പം മുതലേ മീൻപിടുത്തം അവന് ഭ്രാന്തായിരുന്നു. അച്ഛൻ്റെ അടി വാങ്ങാത്ത ദിവസമില്ലായിരുന്നു. എന്നിട്ടും ഇന്ന് വരെ ആ സ്വഭാവത്തിനൊരു മാറ്റവുമില്ല. ആർക്ക് മീൻ കിട്ടിയില്ലേലും മണിയൻ വലയുമായി ഇറങ്ങിയാൽ മീനുമായിട്ടേ തിരിച്ചു വരൂ എന്നാ നാട്ടുകാർ പറയുന്നത്. നേരാണോ എന്ന് അവനോട് ചോദിച്ചു നോക്ക്. ജാനകിയമ്മ പറഞ്ഞത് കേട്ടപ്പോൾ വിഷ്ണുവിന് ചിരി വന്നു. ഞാൻ നാളെ ഉച്ച കഴിഞ്ഞ് വരാം ഹരിസാറെ. അവൻ ഇറങ്ങി. സർ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. കോൺസ്റ്റബിൾ ഗോപി വന്ന് പറഞ്ഞത് കേട്ട് അനന്തരാമൻ തിരക്കി. ആരാ ഗോപി? കയറി വരാൻ പറ. ഗോപി പുറത്തേക്ക് പോയി കഴിഞ്ഞ് മാന്യമായ വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി വന്നു. നമസ്കാരം സാർ. അയാൾ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. നമസ്കാരം, ഇരിക്കൂ.
സർ, ഞാൻ ഗോപകുമാർ. എൻ്റെ ഭാര്യയാണ് കുറച്ച് ദിവസം മുമ്പ് കൊല്ലപ്പെട്ട സന്ധ്യ. ആ കേസിൻ്റെ കാര്യം എന്തായെന്നറിയാൻ വന്നതാണ് സർ ഞാൻ. അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ ഗോപൻ. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ആശാവഹമായ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഒരിക്കലും കുറ്റവാളി രക്ഷപ്പെടില്ല. ആ കൊലയാളി ആരായാലും രക്ഷപ്പെടരുത് സർ. അവൻ കൊന്നുകളഞ്ഞത് എൻ്റെ ഭാര്യയെ മാത്രമല്ല, ഞങ്ങൾക്ക് പിറക്കാനിരുന്ന കുഞ്ഞിനെ കൂടിയാണ്. അത് പറയുമ്പോൾ അയാളുടെ ഒച്ച അടഞ്ഞുപോയി. അനന്തരാമൻ എഴുന്നേറ്റ് വന്ന് അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, വിഷമിക്കരുത്. കൊലയാളി എത്ര പ്രഗത്ഭനാണെങ്കിലും അവനെ കണ്ടെത്തി ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. ഒന്നും മിണ്ടാതെ അയാൾ ഇറങ്ങി നടന്നു. അയാൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ അനന്തരാമന് ശരിക്കും നിരാശ തോന്നി. ഇത്രയും ദിവസത്തെ അന്വേഷണത്തിൽ നിന്നും ഒന്നും തന്നെ കിട്ടിയില്ല. കൊലയാളി ആരായാലും അത് വളരെ സമർത്ഥമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മോഷണമല്ല ആ കൊലയാളിയുടെ ലക്ഷ്യമെന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി. ആ സമയത്ത് അവർ എങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു വരും? ആരുമായി ശത്രുതയില്ലാത്ത ഒരു ഗർഭിണിയെ കൊല്ലേണ്ട കാര്യം എന്താവും? ഇനി ആ ഗർഭം തന്നെയാകുമോ ഈ കൊലപാതകത്തിന് കാരണം? അയാളുടെ ചിന്തകൾക്ക് ചൂടുപിടിച്ചു. പിറ്റേ ദിവസം 4 മണിക്ക് തന്നെ വിഷ്ണു ഹരിയുടെ വീട്ടിലെത്തി. അവൻ്റെ വരവും കാത്തിരിക്കുകയായിരുന്നു ഹരി. എന്നാൽ സമയം കളയാതെ പോയിട്ട് വാ മോനെ, സാവിത്രി ടീച്ചർ പറഞ്ഞു. ഞാനും വരുന്നു ചേട്ടാ. അനന്തവും അവരുടെ കൂടെ പോകാനൊരുങ്ങി. വേണ്ട, അവർ പോയിട്ട് വരും, സുകുമാരൻ നായർ അവനോട് പറഞ്ഞു. അവൻ പോന്നോട്ടെ, അവൻ്റെ ആഗ്രഹമല്ലേ. അവൻ പോരുന്നില്ല വിഷ്ണു. ഒരു ശുഭകാര്യത്തിനിറങ്ങുമ്പോൾ 3 പേരുമായി ഇറങ്ങണ്ട. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. അവരിറങ്ങി. ഒത്തിരി ദൂരമുണ്ടോ വിഷ്ണു മണിയൻ്റെ വീട്ടിലേക്ക്? നടക്കുന്നതിനിടയിൽ ഹരി ചോദിച്ചു. കുറച്ച് പോകണം. എന്താ ബുദ്ധിമുട്ടായോ നടന്നു പോകുന്നത്? വണ്ടിയിലാണെങ്കിൽ ഒത്തിരി കറങ്ങണം. ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും നമുക്കിന്ന് അയാളെ കാണണം. എനിക്ക് അത്രയ്ക്ക് ടെൻഷനുണ്ട്. പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങൾക്ക് നടുവിലുള്ള വരമ്പിലൂടെ അവർ നടന്നു. പാടത്തേക്ക് വെള്ളം കയറ്റി ഇറക്കുന്ന മോട്ടോർ പുരയുടെ അരികിൽ കുട്ടികളിരുന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അവർ കൈത്തോടിന് കുറുകെയുള്ള തടിപ്പാലം കയറി മറ്റൊരു വരമ്പിലെത്തി. പാടത്തു നിന്നും വീശിയടിക്കുന്ന കാറ്റിന് ഒരു മർമ്മരമുണ്ടെന്ന് ഹരിക്ക് തോന്നി. നടക്കുന്നതിനിടയിൽ ഒരു വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു, ആ കാണുന്നതാ മണിയൻചേട്ടൻ്റെ വീട്. കാണാൻ ഭംഗിയുള്ള പ്രദേശമാണെങ്കിലും എത്തിപ്പെടാൻ പ്രയാസമാണല്ലേ വിഷ്ണു? ഇവിടെ ഉള്ളവർക്കിത് പ്രശ്നമല്ല സാറേ. അവർ നടന്ന് മണിയൻ്റെ വീട്ടിലെത്തി. വിഷ്ണു സിറ്റൗട്ടിലേക്ക് കയറി കോളിംഗ് ബെൽ അമർത്തി. അകത്ത് കിളി ചിലയ്ക്കുന്ന ശബ്ദം കേട്ടു. അകത്തു നിന്നും ആരോ നടന്നു വരുന്ന കാൽപെരുമാറ്റം കേട്ടു. വാതിൽ തുറന്നത് ഒരു യുവതിയാണ്. അവൾ വിഷ്ണുവിനെ കണ്ടു ചിരിച്ചു. എന്താ വിഷ്ണു, മണിയൻ ചേട്ടനെ കാണാൻ വന്നതാ? അച്ഛനിവിടെ ഇല്ലല്ലോ. എവിടെ പോയി? അതറിയില്ലടാ, ഞാൻ അമ്മയോട് ചോദിക്കാം. നിങ്ങൾ കയറിയിരിക്കെ. അവൾ അകത്തേക്ക് പോയി. മണിയൻ ചേട്ടൻ്റെ മോളാ, ശ്രുതി. എൻ്റെ കൂടെ പഠിച്ചതാ. ഹരി ഒന്നും പറഞ്ഞില്ല. മണിയൻ്റെ ഭാര്യ അവരുടെ അടുത്തേക്ക് വന്നു. പാത്രം കഴുകിയായിരുന്നു. സാരിയുടെ തുമ്പുകൊണ്ട് കൈ തുടച്ചുകൊണ്ട് അവർ വിഷ്ണുവിനോട് പറഞ്ഞു, എന്താ വിഷ്ണു, ചേട്ടനെ കാണേണ്ട കാര്യം? ചൂഴാറ്റില്ലം വരെ സാറിൻ്റെ കൂടെ ഒന്ന് പോകാനാ. അവിടുത്തെ ചെറിയ തിരുമേനിയെ കൊണ്ട് ഇവർക്ക് എന്തോ ആവശ്യമുണ്ട്. ഗോപാലൻ ജോത്സ്യൻ ജാനകിയമ്മയോട് പറഞ്ഞു വിട്ടതാണ് മണിയനെ കൂട്ടി പോകാൻ. കൂട്ടുകാരുടെ ആരെയോ വീട്ടിൽ പോയതാ. എപ്പോൾ വരുമെന്നറിയില്ല. നിങ്ങൾ പോയിട്ട് നാളെ വാ. നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞോളാം. നിരാശയോടെയാണ് ഹരി അവിടെ നിന്നും മടങ്ങിയത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം. വൈകുന്നേരമായതോടെ ചക്രവാള സീമകൾക്കപ്പുറം മായുവാൻ സൂര്യൻ ചുവപ്പരാശിയോടെ നിൽക്കുന്നു. ചേക്കേറുന്നതിനായി പക്ഷികൾ പറന്നകലുന്നുണ്ട്. കൈത്തോടിനരികിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന മത്തായി വിഷ്ണുവിനെ കണ്ടു തിരക്കി. എവിടെ പോയതാ? മണിയൻ ചേട്ടൻ്റെ വീട് വരെ പോയതാ മത്തായിച്ച. പക്ഷെ ആളവിടെ ഇല്ല. ഡാ, മണിയൻ കുമാരൻ്റെ ഷാപ്പിലേക്ക് പോയിട്ടുണ്ട്. നീ അവിടെ ഒന്ന് നോക്കിയേക്ക്. ഹരിസാറെ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? അവൻ ഉത്സാഹമായി. പോകാം വിഷ്ണു. ഹരിയുടെ മുഖം തെളിഞ്ഞു. അവർ വേഗം കായൽക്കരയിലേക്ക് നടന്നു. ഷാപ്പിൽ നല്ല തിരക്കുണ്ട്. ഹരി ഷാപ്പിലേക്ക് കയറാതെ മാറി നിന്നു. വിഷ്ണു ഷാപ്പിലേക്ക് കയറി കുമാരനോട് മണിയൻ വന്നൊന്ന് തിരക്കി. കായൽക്കരയിലെ കൽക്കെട്ടിൽ മണിയനും കൂട്ടരും ഇരിപ്പുണ്ടെന്ന് അയാൾ പറഞ്ഞു. അവൻ പുറത്തേക്കിറങ്ങി ഷാപ്പിന് പുറകുവശത്തേക്ക് ഹരിയെയും കൂട്ടി നടന്നു. കൽക്കെട്ടിൽ മണിയൻ ഇരിക്കുന്നത് വിഷ്ണു കണ്ടു. അവൻ ഹരിയെ അവിടെ നിർത്തിയിട്ട് മണിയൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ ചെല്ലുന്നത് കണ്ട് ഉയരമുള്ള ഒരാൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു. വിഷ്ണുവിനോട് എന്തോ പറഞ്ഞിട്ട് അവനെയും കൂട്ടി അയാൾ ഹരിയുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ വരുമെന്ന് ഗോപാലേട്ടൻ വിളിച്ചു പറഞ്ഞിരുന്നു. നാളത്തെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. നാളെ ദാ നിൽക്കുന്ന ചന്ദ്രൻ്റെ മകളുടെ കുട്ടിയുടെ പേരിടിയില്ല. നമുക്ക് മറ്റന്നാൾ പോകാം. ശരി, മറ്റന്നാൾ രാവിലെ ഞാൻ വണ്ടിയുമായി വീട്ടിൽ വരാം, ഹരി പറഞ്ഞു.
അതിൻ്റെ കാര്യമില്ല മാഷേ, ഞാൻ രാവിലെ ഇവനെയും കൂട്ടി അങ്ങോട്ട് വന്നോളാം. അവർ മടങ്ങി. ഡാ, നാളെ രാവിലെ നീ വീട്ടിലേക്ക് വരണം, നമുക്ക് ചില കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അയ്യോ ഹരിസാറേ, നാളെ ഞാനുണ്ടാവില്ല, മലപ്പുറം വരെ പോണം, ടെസ്റ്റുണ്ട്. അപ്പോൾ മറ്റന്നാൾ പോകുന്ന കാര്യം എങ്ങനെ? അതിന് നാളെ രാത്രി തന്നെ ഞാനിവിടെ എത്തില്ലേ? ശരി, എന്നാൽ നീ പൊയ്ക്കോ. ഹരി വീട്ടിലേക്ക് നടന്നു. ഹരി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. എന്തു പറഞ്ഞു മോനെ മണിയൻ? അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് സാവിത്രി ടീച്ചർ ചോദിച്ചു. മറ്റന്നാൾ രാവിലെ പോകാമെന്ന് പറഞ്ഞമ്മേ. നാളെ എന്താ? അയാൾക്ക് എന്തോ ചടങ്ങുണ്ടച്ചാ. അത്യാവശ്യമാണെന്ന് പറയാൻ മേലായിരുന്നോ നിനക്ക്? അത്യാവശ്യം നമുക്കല്ലേ, അവർക്കത് മനസ്സിലാവണമെന്നില്ല. വിഷ്ണു എന്തേ ഹരിയേട്ടാ? അവൻ വീട്ടിലേക്ക് പോയി. അതെന്താ അവനിവിടെ കയറാതെ പോയത്? സന്ധ്യ ആയില്ലേ അമ്മേ? അതാ. അത് കേട്ടപ്പോൾ കൃഷ്ണയുടെ മുഖം വാടി. അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. കൃഷ്ണയുടെ ആ മാറ്റം ഗൗരി ശ്രദ്ധിച്ചു. പക്ഷേ അവളൊന്നും മിണ്ടിയില്ല. ഇരുട്ട് വീണ് കഴിഞ്ഞപ്പോൾ പ്രകൃതിയുടെ ഭാവം മാറി. ആകാശത്ത് മിന്നൽ പിണർ പായുന്നുണ്ട്. തണുത്ത കാറ്റ് വീശിയടിക്കുന്നു. മഴ തുടങ്ങി കാതുകളെ നടുക്കിക്കൊണ്ട് ഇടിവെട്ടുന്നു. ഈ സമയം മണിയൻ ചന്ദ്രന്റെ വീട്ടിലായിരുന്നു. ഈ നശിച്ച മഴ കാരണം കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമല്ലോ ദൈവമേ. നീ എന്തിനാണാ വിഷമിക്കുന്നത്? ഇതിപ്പോൾ തോരും. വേനൽ മഴയാണ്, അത് പെട്ടെന്ന് പോകും. മണിയൻ ചന്ദ്രനെ സമാധാനിപ്പിച്ചു. അതല്ലടാ, മഴ പെയ്തു കഴിഞ്ഞാൽ നാളെ ആളുകൾ വരുമ്പോൾ ഇവിടെ മൊത്തം ചെളിയായിരിക്കും. മഴ തോർന്നപ്പോൾ 10 മണി കഴിഞ്ഞു. ആകാശത്ത് അപ്പോഴും മിന്നൽ പിണർ പായുന്നുണ്ട്. ചന്ദ്രന്റെ വീട്ടിൽ നിന്നും കൂട്ടുകാർ മിക്കവരും പിരിഞ്ഞു. ചന്ദ്രനോട് യാത്ര പറഞ്ഞ് മണിയനും ഇറങ്ങി. ഇടവരമ്പിലെ നടപ്പാതയിലൂടെ അയാൾ വീട് ലക്ഷ്യമാക്കി വേഗം നടന്നു. വീട്ടിലെത്തിയ മണിയൻ വേഗം വേഷം മാറി. ചോറെടുക്കട്ടെ? വേണ്ട, നീ കഴിച്ചിട്ട് കിടന്നോ. പിള്ളേര് കഴിച്ചല്ലോ അല്ലേ? ഞാനും മോളും കഴിച്ചില്ല, ബാക്കിയുള്ളവർ കഴിച്ചിട്ട് കിടന്നു. നീ വേഗം മോളോട് റാന്തൽ വിളക്കെടുത്ത് വെക്കാൻ പറ. അയാൾ ഇറങ്ങി ചായപ്പിലേക്ക് പോയി. വീശുവാനുള്ള വലയും മീൻപാത്രവും എടുത്ത് സിറ്റൗട്ടിന്റെ പടിയിൽ വെച്ചു. അപ്പോഴേക്കും ശ്രുതി റാന്തൽ വിളക്കുമായി അവിടേക്ക് വന്നു. ഈ സമയത്ത് പോണോ അച്ഛാ? അവൾ ചോദിച്ചു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എടി, മഴ പെയ്ത് കാരണം മീൻ ഇടത്തോട്ടിലേക്ക് കയറി വരും. ഞാൻ പെട്ടെന്ന് വരാം. നീ മോളെയും കൂട്ടി പോയി ചോറിനിട്ട് കിടന്നോ. അയാൾ തലയിലെ തോർത്തുമുണ്ട് ഒന്നുകൂടി അഴിച്ചു കെട്ടിയിട്ട് ഒരു കൈയിൽ വലയും മീൻപാത്രവും മറുകൈയിൽ റാന്തലും എടുത്ത് കായൽക്കരയിലേക്ക് നടന്നു. ഈ മനുഷ്യന് എന്ന് തീരുമോ ഈ ഭ്രാന്ത്? ഓമന പെറുപെറുത്തു. അയാൾ കായൽക്കരയിലെ വരമ്പിലൂടെ നടക്കുകയാണ്. മഴമേഘങ്ങൾക്കിടയിൽ നിന്നും ഇപ്പോൾ ചന്ദ്രകല തെളിഞ്ഞു വരുന്നുണ്ട്. അയാൾ ഒരു ചെറിയ തോട് നീന്തി ഒരു വട്ടത്തുരുത്തിലേക്ക് കയറി. കായലിൽ നിന്നും പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറുന്ന പ്രദേശമാണ് അയാളുടെ സ്ഥിരം സ്ഥലം. അയാൾ തുരുത്തിന്റെ മൂലയിൽ നിൽക്കുന്ന തൈത്തെങ്ങിന്റെ ചുവട്ടിൽ വലയും മീൻപാത്രവും വെച്ചിട്ട് റാന്തൽ കത്തിച്ച് തിരുനാളം അല്പം ഉയർത്തിവെച്ചു. വെളിച്ചം അവിടെ മാകെ പരന്നു. മടിക്കുത്തിൽ നിന്ന് മണിയൻ ഒരു ബീഡി എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ചു. 3-4 തവണ അത് വലിച്ചൂതിയിട്ട് വെള്ളത്തിലേക്കിട്ടു. അയാൾ വലയെടുത്ത് കായലിൽ നിന്നും ഇടത്തോട്ടിലേക്ക് വെള്ളം കയറി വരുന്ന കഴുവായ്ക്കൽ വീശി. സാവധാനം അത് വലിച്ചെടുത്തുകൊണ്ടുവന്ന് റാന്തൽ വിളക്കിന്റെ വെട്ടത്ത് കുടഞ്ഞു. വല നിറയെ കുറുവാ പലരുകൾ. അയാൾ വല കുടഞ്ഞ് വൃത്തിയാക്കി അടുത്തിടത്ത് വീശി. തിരികെ വന്ന് മീൻ പെറുക്കി പാത്രത്തിലിട്ടു. ഓരോ വല വീശി എടുക്കുമ്പോഴും ഒന്നിനൊന്ന് മെച്ചമായിട്ട് മീൻ കിട്ടിക്കൊണ്ടിരുന്നു. മാനത്ത് മഴക്കാർ വീണ്ടും കയറാൻ തുടങ്ങി. നിലാവ് മാഞ്ഞു. അയാൾ കൊണ്ടുവന്ന പാത്രം മീനുകൾ കൊണ്ട് നിറയാറായി. ഈ വല കൂടി എടുത്തിട്ട് നിർത്താമെന്ന് അയാൾ മനസ്സിൽ കരുതി. റാന്തലിന്റെ ചില്ലിൽ കരി പിടിച്ച് വെട്ടം മങ്ങി തുടങ്ങി. പെറുകിയെടുത്ത മീൻ പാത്രത്തിലേക്കിട്ട അയാൾ വീശിയ വല വലിച്ചെടുത്തു. ദൂരെ നിന്നും കാറ്റ് വീശിയടിക്കുന്നതിന്റെ മൂളൽ കേൾക്കാം. തെങ്ങോലകളെ ഉലച്ചുകൊണ്ട് കാറ്റ് വീശിയടിച്ചുപോയി. അടുത്ത മഴയ്ക്ക് മുൻപ് വീട്ടിലെത്തണം. വലിച്ചെടുത്ത വല റാന്തൽ വിളക്കിനരികിൽ കൊണ്ടുവന്ന് കുടഞ്ഞു. വല മാറ്റിയിട്ട് മീൻ പെറുക്കി പാത്രത്തിലേക്കിടാൻ തുടങ്ങി. റാന്തൽ വിളക്കിന്റെ വെട്ടം തീരെ കുറഞ്ഞിരിക്കുന്നു. മീനുകൾ വേഗം പെറുക്കി പാത്രത്തിലേക്കിടുമ്പോൾ ആരോ തന്റെ അടുത്തിരിക്കുന്നത് പോലൊരു തോന്നൽ അയാൾക്കുണ്ടായി. അയാൾ നോക്കുമ്പോൾ തന്റെ മുന്നിലായി കറുത്തിരുണ്ട ഒരു രൂപം അയാളെ നോക്കിയിരിക്കുന്നു. അയാളുടെ നട്ടലിലൂടെ ഒരു വിറയൽ പാഞ്ഞു. അലച്ചു വന്ന നിലവിളി തൊണ്ടക്കുഴിയിൽ കുടുങ്ങി. കറുത്തിരുണ്ട ആ രൂപം അയാളുടെ നേരെ തിരിഞ്ഞു. സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതവും പൈശാചികവുമായ മുഖം. അസഹ്യമായ ദുർഗന്ധം അവിടെ മാകെ നിറഞ്ഞു. ക്രൗര്യം കലർന്ന തീക്കണ്ണുകളുള്ള ആ രൂപം അവിടെ നിന്നും എഴുന്നേറ്റു. നിനക്ക് പോകാൻ ധൃതിയുണ്ടെന്നറിഞ്ഞ് സഹായിക്കാൻ വന്നതാ ഞാൻ. ആ ഭീകര സത്വം ചുവന്നു തൂങ്ങിയ നാവുകൊണ്ട് ചൊടി നുണഞ്ഞു. എന്ത് വൃത്തികെട്ട ശബ്ദമാണ്! മാംസം അടർന്നു പോയ അതിൻ്റെ വായിൽ നിന്ന് വരുന്നത് ദൈവമേ! അയാൾ സർവ്വശക്തിയുമെടുത്ത് കൈത്തോട് ചാടിക്കടന്ന് നടുവരമ്പിലൂടെ ഓടി.
അത് കണ്ട് ആ പിശാചിനി പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരി നിശബ്ദമായി കിടന്ന കായലിൽ പ്രതിധ്വനിച്ചു. നടവരമ്പിലൂടെ ദിക്കറിയാതെ ഓടിയ അയാൾ പരുത്തിച്ചിറ സർപ്പക്കാവിന് മുന്നിലെത്തിയിരുന്നു. സർപ്പക്കാവിന് മുന്നിലൂടെ ഓടിയ അയാൾ വേരിൽ കാൽ തട്ടി കമഴ്ന്നു വീണു. പൈശാചികമായ ഒരു പൊട്ടിച്ചിരി തന്റെ അടുത്തെത്തുന്നതായി അയാൾക്ക് തോന്നി. അയാളുടെ ബോധമണ്ഡലത്തിൽ ഇരുൾ വീണു മൂടി. അമ്പലമുറ്റം അടിക്കാൻ വന്ന കാർത്തിയമ്മയുടെ നിലവിളി കേട്ടുകൊണ്ട് ശാന്തിക്കാരൻ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്തു പറ്റി കാർത്തിയമ്മേ? അയാളുടെ ചോദ്യത്തിന് ഉത്തരമെന്നോണം അവർ വിരൽ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് നോക്കി. അയാൾ ഞെട്ടിപ്പോയി. സർപ്പക്കാവിന് മുന്നിൽ ഒരാൾ കിടക്കുന്നു. അയാൾ സർപ്പക്കാവിനടുത്തേക്ക് വന്നു. ആളിന് ശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കി അയാൾ ഓടിപ്പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് അയാളുടെ മുഖത്ത് തളിച്ചു. 2-3 ആവർത്തി തളിച്ചു കഴിഞ്ഞപ്പോൾ ഞരക്കത്തോടെ അയാൾ കണ്ണു തുറന്നു. ഈ സമയം അടുത്തുള്ള വീടുകളിൽ നിന്നും ആളുകളെ വിളിച്ചുണർത്തിക്കൊണ്ട് കാർത്തിയമ്മ അങ്ങോട്ട് വന്നു. സർപ്പക്കാവിന് മുന്നിൽ നിന്നും അയാളെ താങ്ങിയെടുത്ത് ആളുകൾ അമ്പലമുറ്റത്തേക്ക് കൊണ്ടുവന്നു. ഇത് നമ്മുടെ മണിയൻ ചേട്ടനല്ലേ? ആളെ തിരിച്ചറിഞ്ഞ് കണ്ടത്തിൽ ശശി ചോദിച്ചു. എന്തു പറ്റി മണിയൻ ചേട്ടാ? ചേട്ടൻ എങ്ങനെ ഇവിടെ എത്തി? അയാൾ ചുറ്റും നിന്ന ആളുകളെ പകച്ചു നോക്കി. ദൈവമേ, ഞാനിപ്പോഴും ജീവനോടെ ഉണ്ടോ? ആയാസപ്പെട്ട് എഴുന്നേക്കാൻ നോക്കി അയാൾ വേച്ചു താഴെ വീണു. 2-3 ചെറുപ്പക്കാർ അയാളെ താങ്ങിയെടുത്തു. വേണ്ട, ആരും എടുക്കണ്ട, ഞാൻ നടന്നോളാം, അയാൾ പറഞ്ഞു. കൂടെയുള്ളവരുടെ തോളിൽ തൂങ്ങി നടക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അവർക്ക് ചിരിയാണ് വന്നത്. അവർ അയാളെ വീട്ടിലെത്തിച്ച് തിരിച്ചു പോന്നു. മണിയനെ ആക്കിയിട്ടവർ നേരെ പോയത് അയാൾ പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ചില്ല് പൊട്ടിയ റാന്തൽ വിളക്കും വലയും കിടക്കുന്നുണ്ട്. മീൻപാത്രം കാലിയായിരുന്നു. ആ സമയത്ത് ഒറ്റയ്ക്ക് വന്നത് കാരണം അയാൾക്ക് തോന്നിയതായിരിക്കും. ഒരാൾ പറഞ്ഞു. അങ്ങനെ വരാൻ സാധ്യതയില്ലടാ. ആദ്യമായിട്ടല്ലല്ലോ മണിയൻ ചേട്ടൻ രാത്രിയിൽ മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരിക്കും. ഇതുപോലുള്ള ഉപദ്രവങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടാകുമെന്ന് അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിനോദ് പറഞ്ഞു. വിനോദ് പറഞ്ഞത് നേരായിരിക്കുമെന്ന് സോണിക്ക് തോന്നി. ചിലപ്പോൾ അമ്പലമുറ്റത്ത് വീണതുകൊണ്ടായിരിക്കും അയാൾ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അവർ തിരിച്ചു ചെന്നപ്പോൾ ചിറയിലെ വേണു ചോദിച്ചു. എന്തായടാ, പോയി നോക്കിയിട്ട് അവിടെ വല്ല പിശാചിനെയും കണ്ടോ? അയാൾ ചിരിച്ചു. അവിടെ ഒന്നുമില്ല വേണുചേട്ടാ, മണിയൻ ചേട്ടന് തോന്നിയതായിരിക്കും. അമ്പലപ്പറമ്പിലെ ആൽത്തറയിലേക്ക് ഇരിക്കുന്നതിനിടയിൽ വിനോദ് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് ക്ഷേത്രദർശനത്തിനെത്തിയ ഗോപാലഗണകൻ അങ്ങോട്ട് വന്നത്. മണിയനുണ്ടായ ദുരനുഭവം അയാൾ വന്ന വഴി അറിഞ്ഞിരുന്നു. അയാൾ അവരെ നോക്കി ചിരിച്ചു. അത് അവന്റെ തോന്നലും ഭ്രമവും ഒന്നുമല്ല മക്കളെ. അതെന്താ ജോത്സ്യരെ അങ്ങനെ പറഞ്ഞത്? അതിനൊരുപാട് കാരണങ്ങളുണ്ട് വേണു. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അവനെ ലക്ഷ്യം വെച്ച് തന്നെ വന്നതാ. ദൈവാനുഗ്രഹമുള്ളതുകൊണ്ട് അവൻ ഇതുവഴി വന്നു. ആ സമയങ്ങളിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് പെട്ടാൽ പ്രേതാത്മാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലോ, പൈശാചിക ശക്തികൾ ആ വ്യക്തിയെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് തോന്നും. ആ പിശാചികളുടെ മായക്കാഴ്ചയിൽ ഭ്രമിച്ചു പോകുന്ന ഇരയെ നീചശക്തികൾ ദുർമരണപ്പെടുത്തുന്നു. അയ്യോ, അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലേ? സോണിക്ക് പേടി തോന്നി. ഈശ്വരവിശ്വാസവും അനുഗ്രഹവും ഉള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനും രക്ഷപ്പെടാനും സാധിക്കും. അത്തരം സ്ഥലങ്ങളിലേക്ക് പോകരുതെന്ന് മനസ്സ് വിലക്കും. ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്കോ? വിനോദിന് സംശയം. അവർ മനസ്സ് വിലക്കിയാലും ദുർനിമിത്തങ്ങൾ കണ്ടാലും അങ്ങോട്ട് പോകും. അങ്ങനെ അകപ്പെട്ടു പോകുന്ന മനുഷ്യർ പിശാചുക്കളാൽ കൊല്ലപ്പെടും. അങ്ങനെ മരണപ്പെടുന്ന മനുഷ്യരുടെ ആത്മാക്കൾ പ്രേതാത്മാക്കളായി മാറുകയും മോക്ഷം കിട്ടാതെ അലയുകയും ചെയ്യും. ദൈവചൈതന്യം ഭൂമിയിൽ കുറയുന്ന ചില സമയങ്ങളിൽ തൻ്റെ അരികിലെത്തുന്ന മനുഷ്യരെ കൊലപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ മരണപ്പെടുന്നവരും രക്ഷസായി മാറും. അപ്പോൾ ഇത്തരം രക്ഷസുകളെ നശിപ്പിക്കാൻ സാധിക്കില്ലേ? സാധിക്കും, പക്ഷെ അത് വളരെ ദുഷ്കരമായ കാര്യമാണ്. പോകുന്നതിന് മുമ്പ് അയാൾ വീണ്ടും പറഞ്ഞു, മണിയൻ ദൈവാനുഗ്രഹമുള്ളവനാണ്, അല്ലെങ്കിൽ അവൻ ഈ അമ്പലമുറ്റത്തെത്തില്ലായിരുന്നു. അയാൾ പറഞ്ഞത് കേട്ടിരുന്ന യുവാക്കളുടെ കണ്ണുകളിൽ ഭീതിയുടെ നിഴലാട്ടം കാണാമായിരുന്നു. സ്റ്റാൻഡിൽ നിന്നും ഓട്ടോയിലാണ് വിഷ്ണു വീട്ടിലേക്ക് പോകുന്നത്. മെയിൻ റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള പോക്കറ്റ് റോഡിൽ ടാറിങ്ങിന് മെറ്റൽ അടിച്ചിരിക്കുന്നതിനാൽ ഓട്ടോക്കാരൻ വണ്ടി അങ്ങോട്ടെടുത്തില്ല. അയാൾക്ക് കൂലി കൊടുത്ത് അവൻ അവിടെ ഇറങ്ങി. സമയം ഒത്തിരിയായി, ചെന്നിട്ടൊന്ന് കുളിക്കണം. ഒന്നും കഴിച്ചില്ലെങ്കിലും വേണ്ട, ഒന്ന് കിടന്നാൽ മതി. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ വിളിയൊച്ച കേട്ടു. അവൻ തിരിഞ്ഞു നോക്കി. പരിചയമുള്ള സ്വരമാണെങ്കിലും ആരാണെന്ന് അവന് മനസ്സിലായില്ല. റോഡ് സൈഡിലൂടെ ഒരു യുവതി തൻ്റെ നേർക്ക് ഓടി വരുന്നത് അവൻ കണ്ടു. അടുത്തെത്തിയപ്പോൾ അവന് ആളെ മനസ്സിലായി. ഹരിസാറിന്റെ പെങ്ങൾ കൃഷ്ണ. കൃഷ്ണ എവിടെ പോയി ഈ സമയത്ത്? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. എനിക്കും ഉണ്ടായിരുന്നു ടെസ്റ്റ്. സ്റ്റാൻഡിൽ വന്നപ്പോൾ ഇങ്ങോട്ട് പോരാൻ 2-3 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു.
ഞങ്ങൾ ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് പോന്നു. ഞാൻ വണ്ടിയിലിരുന്ന് കണ്ടു വിഷ്ണു ഇറങ്ങി നടക്കുന്നത്. അതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ധൈര്യത്തോടെ ഓടിപ്പോകുന്നത്. അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണ വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ലേ? ഞാൻ സ്റ്റാൻഡിൽ വന്നപ്പോഴേ ഹരിയേട്ടനെ വിളിച്ചിരുന്നു. ഇവിടെ എത്താറാവുമ്പോൾ വിളിക്കാം, അന്നേരം വന്നാൽ മതിയെന്ന് പറഞ്ഞു. എന്നാൽ സാറിനെ വിളിക്ക്. എന്തിന്? അവിടെ വരെ വിഷ്ണു ഉണ്ടല്ലോ, പിന്നെന്തിനാ ഏട്ടനെ വിളിക്കുന്നത്? വിഷ്ണുവിന് എങ്ങനെയുണ്ടായിരുന്ന എക്സാം? മോശമായിരുന്നു. അതെന്താ? ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ചപ്പോഴേ കൺഫ്യൂഷനായി. അവൾ കുറച്ചുകൂടി അവനോട് ചേർന്ന് നടന്നു. അവൾക്കൊരു വശ്യ സുഗന്ധമുണ്ടെന്ന് അവന് തോന്നി. അവൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, നാളെയല്ലേ വിഷ്ണു ഹരിയേട്ടനുമായി ഏതോ മന്ത്രവാദിയെ കാണാൻ പോകുന്നത്? അതെ. എന്താ ചോദിച്ചത്? അല്ല, ഇന്നത്തെ കാലത്തും വിഷ്ണുവിനെ പോലുള്ളവർ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോന്നറിയാനാ. എൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമല്ല കൃഷ്ണേ, ഹരിസാർ പറഞ്ഞതുകൊണ്ട് പോകുന്നേ ഉള്ളൂ. വേറെ പണിയില്ലേ വിഷ്ണു തനിക്ക്? ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് കൂടെ പോകാൻ തീരുമാനിച്ചു. ബാക്കി കാര്യങ്ങൾ തൻ്റെ വീട്ടുകാർ നോക്കിക്കൊള്ളും. എനിക്കതിലൊന്നും വിശ്വാസമില്ല വിഷ്ണു. ഓരോ അന്ധവിശ്വാസങ്ങൾ. വിഷ്ണുവിനെ പോലുള്ളവരും ഇത് വിശ്വസിക്കുന്നതിലാ എനിക്ക് അത്ഭുതം. പിന്നെ വിഷ്ണു ഒരു കാര്യസ്ഥനെ പോലെ ഏട്ടൻ്റെ കൂടെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. അവൻ്റെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ മങ്ങിയ നിലാവിലും അവളുടെ കണ്ണുകളുടെ തിളക്കം അവന് കാണാമായിരുന്നു. അവർ നടന്ന് ചെറുവരമ്പത്ത് ഗേറ്റിന് മുമ്പിലെത്തി. ഇവിടെ ആരും എഴുന്നേറ്റ ലക്ഷണമില്ലല്ലോ. അവൻ ഗേറ്റിന്റെ ഓടാമ്പൽ എടുത്തുകൊണ്ട് പറഞ്ഞു, അത് സാരമില്ല, ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചോളാം എല്ലാവരെയും. ഗേറ്റിനുള്ളിലേക്ക് കടന്ന അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അവന്റെ കൈകളിൽ പിടിക്കുവാൻ ശ്രമിച്ചിട്ട് പെട്ടെന്ന് പിൻവലിച്ചു. ഒരു വിദ്യുത് പ്രവാഹം തന്റെ ശരീരത്തിൽ വ്യാപിക്കുന്നത് പോലെ അവന് തോന്നി. കഴുത്തിൽ കിടന്ന ജണ്ട് വിറകൊണ്ടത് അവൻ അറിഞ്ഞില്ല. അവളുടെ കൈകൾക്ക് പൂവുകളുടെ മൃദുലത ഉള്ളതുപോലെ വശ്യമായ ഗന്ധം അവന്റെ ഉള്ളിലേക്ക് നിറഞ്ഞു. നാളെ ഏട്ടന്റെ വഴികാട്ടിയായി വിഷ്ണു പോകരുത്, അതെനിക്കിഷ്ടമല്ല. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ശകലം കനത്തിരുന്നു. അവൻ അമ്പരന്നുപോയി. അവൾ യാത്ര പോലും പറയാതെ മുന്നോട്ട് നടന്നു. അവൻ വീട്ടിലേക്കും. മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരാനന്ദം. അവൾ കൈ വലിച്ചെടുക്കണ്ടായിരുന്നു എന്നവന് തോന്നി. അകത്തേക്ക് നടന്ന കൃഷ്ണ തിരിഞ്ഞു നിന്ന് വിഷ്ണുവിനെ നോക്കി. അവളുടെ കണ്ണുകൾ തീക്കട്ട പോലെ തിളങ്ങി. ശ്വാസഗതി വല്ലാതെ ഉയർന്നു. അവൾ ഉന്മാദത്തോടെ ചിരിച്ചപ്പോൾ കോമ്പലുകൾ തിളങ്ങി. കാർമേഘ കീറിൽ ചന്ദ്രപ്രഭ മങ്ങി. ഭൂമി ഒരു നിമിഷം ഇരുട്ടിലായി. നിശ്ചലമായി നിന്ന മരച്ചില്ലകളെ ഉലച്ചുകൊണ്ട് ഒരു കാറ്റ് വീശി അകന്നുപോയി. അതിന് പൈശാചികമായ ഒരു പൊട്ടിച്ചിരിയുടെ താളമുണ്ടായിരുന്നു. വിഷ്ണു, മോനെ എഴുന്നേൽക്ക്. വാതിലിൽ മുട്ടിക്കൊണ്ട് ശ്രീദേവി വിളിച്ചു. 3-4 ആവർത്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വാതിൽ തുറന്നു. എന്താ അമ്മേ? അവൻ കണ്ണ് തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. എടാ, ഹരിസാർ വന്നിരിക്കുന്നു. അവൻ വാതിൽക്കലേക്ക് ചെന്നു. ഹരി അപ്പോൾ അവന്റെ അച്ഛനുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്താ വിഷ്ണു, ഉറക്കം തീർന്നില്ലേ? നമുക്ക് പോകണ്ടേ? വേഗം റെഡിയാവ്. ഒരു 10 മിനിറ്റ് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. 10 മിനിറ്റ് പറഞ്ഞ വിഷ്ണു ഹരിയോടൊപ്പം ഇറങ്ങാൻ അരമണിക്കൂറിൽ കൂടുതലെടുത്തു. വിഷ്ണു പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ഹരി സാവധാനം വണ്ടി ഓടിച്ചു. ഒരുപാട് വളവുകളും ചെളിക്കുഴികളുമുള്ള റോഡിലൂടെ അവർ മണിയന്റെ വീട്ടുമുറ്റത്തെത്തി. വിഷ്ണു ഇറങ്ങി വീട്ടിലേക്ക് ചെന്നു. വാതിൽ തുറന്നു കിടക്കുകയാണ്. ഹാളിൽ ആരുമില്ലായിരുന്നു. അവൻ ചാരിയിട്ടിരുന്ന മണിയന്റെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നു. കട്ടിലിൽ ചാരിയിരിക്കുന്ന മണിയനെ കണ്ട് അവൻ ഞെട്ടിപ്പോയി. അമ്മ ഇന്നലെ പറഞ്ഞപ്പോൾ വലിയ കാര്യമാക്കിയിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് ആള് പകുതിയായി പോയിരിക്കുന്നു. ഒരു രോഗബാധിതനെ പോലെ. വിഷ്ണുവിനെ കണ്ട് മണിയൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എന്താടാ രാവിലെ? അയാൾ തിരക്കി. ഇന്നാണ് ചൂഴാറ്റില്ലത്ത് തിരുമേനിയെ കാണാൻ പോകാമെന്ന് ചേട്ടൻ പറഞ്ഞത്. ചേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാനും ഹരിസാറും വന്നത്. ഞാനത് മറന്നുപോയടാ. എന്നിട്ട് ഹരിസാർ എന്തേടാ? സാർ വാതുക്കലുണ്ട്. എന്നിട്ട് നീ എന്താ സാറിനെ അകത്തേക്ക് വിളിക്കാതിരുന്നത്? അയാൾ പുറത്തേക്ക് നടന്നു. സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്ന ഹരി മണിയൻ നടന്നു വരുന്നത് കണ്ട് എഴുന്നേറ്റു. അകത്തേക്ക് വാ സാറേ. മണിയൻ ഹരിയുടെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കയറ്റി. ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? ആരെയും കാണുന്നില്ലല്ലോ, വിഷ്ണു ചോദിച്ചു. ഇവിടെ ആരുമില്ലടാ. എല്ലാവരും കൂടി രാവിലെ അമ്പലത്തിൽ പോയിരിക്കുക. ഇന്നെന്താ വിശേഷം? വല്ലതുമുണ്ടോ? എല്ലാവരും കൂടി പോകാൻ ഹരി തിരക്കി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സാറേ. കഴിഞ്ഞ ദിവസം രാത്രി വട്ടത്തുരത്തിൽ വീശാൻ പോയ ഞാൻ ഒന്ന് പേടിച്ചു. അതിന് പരിഹാരത്തിന് വഴിപാട് നടത്താൻ പോയതാ. ചേട്ടൻ എന്താ പിന്നെ പോകാതിരുന്നത്? എനിക്ക് ശരീരത്തിനൊരു സുഖമില്ലായിരുന്നു, അതാ പോകാതിരുന്നത്. അവർ വന്നിട്ടേ പുറത്തേക്ക് പോകാവൂ എന്ന് പറഞ്ഞിട്ടാ അവളും മക്കളും കൂടി പോയത്. അതെന്താ? അതെനിക്കും അറിയില്ലടാ. ചിലപ്പോൾ അമ്പലത്തിൽ നിന്നോ വല്ല മന്ത്രവാദിയുടെ അടുത്തു നിന്നോ ചരടോ ഏലസോ ജപിച്ചു കെട്ടാനായിരിക്കും. അല്ല, ഇതിൽ വല്ല വാസ്തവം ഉണ്ടോ ചേട്ടാ? ഏതിൻ്റെ കാര്യമാടാ? ചേട്ടൻ പേടിച്ചതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഹോ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കുളിര് കയറും. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഇതുപോലൊരനുഭവം ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും ഭയാനകമായിരുന്നു. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് ബോധ്യമാകാൻ തന്നെ കുറെ നേരം വേണ്ടി വന്നു.
വേരിൽ കാൽ തട്ടി വീണപ്പോഴേ ഞാൻ കരുതിയതാ എൻ്റെ കഥ കഴിഞ്ഞെന്ന്. വീണ് കിടന്ന എൻ്റെ അടുത്തേക്ക് ഒരു കൊടുങ്കാറ്റ് കണക്കെ അഭീകര സ്വത്വം അലറിക്കൊണ്ട് വരുന്നതാ എൻ്റെ ഓർമ്മയിലെ അവസാന കാഴ്ച. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ബോധം വന്നപ്പോൾ എൻ്റെ ചുറ്റും ആളുകളുണ്ട്. കുറച്ച് സമയമെടുത്തു ഞാൻ എവിടെയാണെന്നും അവർ ആരൊക്കെയാണെന്നും മനസ്സിലാക്കാൻ. എന്താണ് മണിയൻ ചേട്ടൻ കണ്ടത്? അത് ഓർമ്മയുണ്ടോ? അതിന് ഞാനത് മറന്നിട്ട് വേണ്ടേ ഓർത്തെടുക്കാൻ? ഒരു കാര്യം അന്നത്തെ കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ഭൂമിയിൽ ഈശ്വരനുള്ളതുപോലെ പിശാചുക്കളുമുണ്ട്. വല വീശുന്നതിനിടയ്ക്ക് മൂക്കിലേക്ക് അഴുകിയ മാംസത്തിന് നാറ്റം അടിച്ചു കയറുന്നുണ്ടായിരുന്നു. ആരെങ്കിലും വലയിൽ കുടുങ്ങിയ ചേരയെ തല്ലിക്കൊന്ന് അവിടെ എവിടെയെങ്കിലും ഇട്ടതായിരിക്കുമെന്ന് കരുതി ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ ആ സത്വത്തെ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ അടുത്തു നിന്നാണ് ആ നാറ്റം വരുന്നതെന്ന്. എൻ്റെ നേരെ എഴുന്നേൽക്കുമ്പോൾ വിളക്കിൻ്റെ മങ്ങിയ വെട്ടത്തിൽ ഞാൻ ശരിക്കും കണ്ടു പല്ലെളിച്ചുകൊണ്ടുള്ള അതിൻ്റെ ഭീവത്സ രൂപം. അയാളുടെ ശരീരം ചെറുതായി വിറയ്ക്കുന്നത് വിഷ്ണു കണ്ടു. കുളിർ കോരിയ പോലെ രോമം എഴുന്നു നിൽക്കുന്നു. അപ്പോൾ അതൊരു രക്ഷസായിരുന്നോ മണിയൻ ചേട്ടാ? അതെ, അയാൾ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊരു സ്ത്രീരൂപമായിരുന്നു. പക്ഷേ ഇത്രയും ക്രൂരമായ കണ്ണുകളുള്ള പൈശാചികതയുള്ള സ്ത്രീരൂപങ്ങൾ ഉണ്ടാകുമോ? അയാൾ സ്വയം ചോദിച്ചു. ഹരിയൊന്നും മിണ്ടിയില്ല. ഈ പിശാചിനെയാണ് തൻ്റെ ഭാര്യയെ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നും താനും അതിനെ കണ്ടതാണെന്നുമുള്ള കാര്യം അയാൾ പറഞ്ഞില്ല. മണിയൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ വിഷ്ണുവിന് പേടി തോന്നി. അവൻ ഹരിയെ നോക്കി. ഒന്നും പറയണ്ടെന്ന് അയാൾ കണ്ണുകൊണ്ട് അവനോട് പറഞ്ഞു. മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. അവരെത്തിയതാ, മണിയൻ പറഞ്ഞു. അകത്തേക്ക് കയറി വന്ന അയാളുടെ ഭാര്യ ഓമന കയ്യിലിരുന്ന ഇലക്കീറിൽ നിന്നും ഒരു ചരടെടുത്തിട്ട് ഇലക്കീർ ടീപ്പോയിലേക്ക് വെച്ചു. ചരട് മണിയൻ്റെ വലത് കൈയിൽ കെട്ടി. ചന്ദനവും കുങ്കുമവും എടുത്ത് അയാളുടെ നെറ്റിയിൽ തൊടുവിച്ചു. അമ്പലത്തിൽ നിന്നും ജപിച്ചു കൊണ്ടുവന്ന ചരട. അത് കെട്ടിക്കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അതാ കണ്ടിട്ടും മിണ്ടാതിരുന്നത്. അവർ ക്ഷമാപണം പോലെ പറഞ്ഞു. അത് സാരമില്ല, ഹരി പറഞ്ഞു. നീയും പോകുന്നുണ്ടോടാ ഇവരുടെ കൂടെ? പിന്നെ ഞാനും പോകുന്നുണ്ട്. മണിയൻ എഴുന്നേറ്റ് വേഷം മാറാൻ പോയി. അയാൾ വേഷം മാറി വന്നപ്പോൾ ഓമന പറഞ്ഞു. ഇല്ലത്ത് ചെല്ലുമ്പോൾ ചേട്ടനുണ്ടായ ദുരനുഭവം തിരുമേനിയോട് പറയണം. അദ്ദേഹത്തിന് അറിയാൻ പറ്റുമല്ലോ എന്താ ഉണ്ടായതെന്ന്. പ്രതിവിധിയും അവിടുന്ന് ചെയ്തോളും. അത് പറയുമോ അമ്മേ? വലിയ അഭിമാനിയും ധൈര്യശാലിയുമായ മണിയൻ പേടിച്ചെന്ന് പറയുന്നത് നാണക്കേടല്ലേ? മതിയടി, ഞാൻ പോയിട്ട് വരട്ടെ. നമുക്കിറങ്ങാം. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് സ്വസ്ഥത തരില്ല. അയാൾ പുറത്തേക്ക് നടന്നു. ഞങ്ങൾ പോയിട്ട് വരാം, വിഷ്ണു പറഞ്ഞു. അവർ കയറിയ കാർ പുറത്തേക്ക് നീങ്ങി. ഹരി വണ്ടിയുടെ സ്പീഡ് കൂട്ടി. വണ്ടി ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ വലത് സൈഡിൽ നിന്നും ഒരു കറുത്ത പൂച്ച കാറിന് കുറുകെ ചാടി അടുത്തുള്ള പൊന്തക്കാട്ടിൽ മറിഞ്ഞു. വണ്ടി ഒന്ന് സൈഡാക്കി നിർത്തിക്കേ ഹരി സാറേ, മണിയൻ പറഞ്ഞു. എന്തിനാ ചേട്ടാ വണ്ടി നിർത്തുന്നത്? നീ വണ്ടി നിർത്ത് ഹരി. പറയുമ്പോൾ മണിയൻ്റെ ശബ്ദം ശകലം ഉയർന്നിരുന്നു. പെട്ടെന്ന് ഹരി കാർ സൈഡാക്കി നിർത്തി. മണിയൻ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. വണ്ടിക്ക് ചുറ്റും നടന്ന് ഒന്ന് നോക്കിയിട്ട് അയാൾ വന്ന് വണ്ടിയിൽ കയറി. ഇനി പോകാം. മണിയൻ്റെ ഭാവമാറ്റത്തിൽ സ്തബ്ധനായിരുന്ന ഹരി അയാൾ പറഞ്ഞു കേട്ട് കാർ മുന്നോട്ടെടുത്തു. കുറച്ചു നേരം ആരുമൊന്നും മിണ്ടിയില്ല. മണിയൻ്റെ ആ പെരുമാറ്റം വിഷ്ണുവിനും അത്ര രസിച്ചില്ല. ഇറങ്ങിയപ്പോഴേ ദുർനിമിത്തമാണ് കണ്ടത്. അതാ വണ്ടി നിർത്താൻ പറഞ്ഞത്. എന്ത് ദുർനിമിത്തം? വണ്ടിക്ക് കുറുകെ ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയത് കണ്ടില്ലേ? അതിനെന്താ ചേട്ടാ കുഴപ്പം? പൂച്ചയും പട്ടിയും വണ്ടിക്ക് മുന്നിൽ ചാടുന്നത് ആദ്യമല്ലല്ലോ, ഹരി ചോദിച്ചു. ഒരു ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ പൂച്ച വട്ടം ചാടുന്നത് അശുഭലക്ഷണമാണ്. അത് കരിമ്പൂച്ചയാകുമ്പോൾ പേടിക്കണം. അത് ദുശകനമാണ്. പഴയ കാലത്തായിരുന്നേൽ എത്ര പ്രധാനപ്പെട്ട യാത്രയായിരുന്നേലും ആളുകളത് മാറ്റിവെക്കുമായിരുന്നു. ഇത് ഇന്ന് തന്നെ പോകേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നിർത്തിയിട്ടെടുക്കാൻ. മണിയൻ പറഞ്ഞ കാര്യം വിഷ്ണുവിന് പുതിയ അറിവായിരുന്നു. അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി. രാത്രികാലങ്ങളിൽ വരുമ്പോൾ പല പ്രാവശ്യം പൂച്ച വട്ടം ചാടിയിട്ടുണ്ട്. അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ഉള്ളിലൊരു ഭയം. മുന്നിലുള്ള വണ്ടികളെ പിന്നിലാക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ട് കുതിക്കുകയാണ്. നഗരപ്രാന്തങ്ങളിൽ നിന്നും അകന്ന് മണിയൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഗ്രാമപാതയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന കാർ മണിയൻ പറഞ്ഞതനുസരിച്ച് കമ്പിവേലികൾ കൊണ്ട് അതിരുകൾ കെട്ടിയ വിശാലമായ ഒരു പുരയിടത്തിൻ്റെ നടുവിലൂടെയുള്ള ചെമ്മൺ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. പാതകൾക്ക് ഇരുവശവും ഉയരം കുറഞ്ഞ തൈകൾ കുലച്ചു നിൽക്കുന്നുണ്ട്. പുരയിടത്തിൻ്റെ വിദൂരതയിൽ പലതരത്തിലുള്ള കൂറ്റൻ മരങ്ങൾ കാണാം. ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന ആഞ്ഞിലി മരത്തിൻ്റെ ചില്ലകളിൽ വവ്വാലുകൾ കൂട്ടത്തോടെ തൂങ്ങിക്കിടക്കുന്നു. മുന്നിലായി കാണുന്ന പടിപ്പുരയ്ക്ക് മുന്നിലായി വണ്ടി നിർത്താൻ മണിയൻ പറഞ്ഞു. വണ്ടിയിൽ നിന്നിറങ്ങിയ ഹരി അത്ഭുതത്തോടെ ചുറ്റും നോക്കി.
ഈ ചുറ്റുവട്ടത്ത് ഈ വീടല്ലാതെ ഒന്നുമില്ലല്ലോ മണിയൻ ചേട്ടാ. നമ്മൾ കയറി വന്നത് മുതൽ ദാ കാണുന്ന പുരയിടവും അതിനപ്പുറം കാണുന്ന വയലുകളും എല്ലാം ഇല്ലം വകയാ. ഇത് കുറെ ഉണ്ടല്ലോ, വിഷ്ണു പറഞ്ഞു. വാ, നമുക്ക് ആദ്യം തിരുമേനിയെ കാണാം. കാലപ്പഴക്കമുള്ള പടിപ്പുര വാതിലുകൾ തള്ളി തുറന്നുകൊണ്ട് മണിയൻ അകത്തേക്ക് നടന്നു. പുറകെ ഹരിയും വിഷ്ണുവും. അവർ മുറ്റത്തേക്ക് കടന്നതും കൂറ്റൻ ആഞ്ഞില മരത്തിൽ നിന്നും കടവാവലുകൾ ചിലച്ചുകൊണ്ട് പറന്നുയർന്നു. അവറ്റകൾ ഇല്ലത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറന്നു. അവയുടെ ചിറകടി ശബ്ദം അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു. പൂമുഖത്ത് ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്ന വാസുദേവൻ നമ്പൂതിരി എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. മണിയാ, കൂടെ വന്നിരിക്കുന്നവർ നിസ്സാരക്കാരല്ലല്ലോ. എൻ്റെ ഇല്ലത്തെ അന്തേവാസികളെ വരെ ഭയപ്പെടുത്തി കളഞ്ഞല്ലോ. പടിപ്പുര വാതിൽക്കലേക്ക് നോക്കി അത് പറയുമ്പോൾ വലിയ തിരുമേനിയുടെ കണ്ണുകൾ ചുവന്നു. ഞങ്ങളൊന്നും ചെയ്തില്ല തിരുമേനി. വണ്ടി വന്നതിൻ്റെ ഒച്ച കേട്ട് അവറ്റകൾ പേടിച്ചതാവും. തിരുമേനിയുടെ ഭാവമാറ്റത്തിൽ പകച്ചുപോയ മണിയൻ പറഞ്ഞു. അതിനാര് പറഞ്ഞു മണിയാ നിങ്ങളെ കണ്ടാണവർ പേടിച്ച് പറന്നതെന്ന്? അദ്ദേഹം എന്തുദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായില്ല. നിങ്ങളിരിക്കെ, ഞാൻ ദത്തനെ വിളിക്കാം. നിങ്ങൾ ആര് കാരണമാണോ ഇവിടെ വന്നത് അവർ നിങ്ങളോടൊപ്പം പടുപ്പുരയ്ക്കപ്പുറം വരെ എത്തി മണിയാ. അയാൾ അകത്തേക്ക് നടന്നുപോയി. വലിയ തിരുമേനി പറഞ്ഞത് കേട്ട് സർവരും നടുങ്ങി. അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കൊച്ചു തിരുമേനിയുടെ വരവിനായി. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. അറവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. അറയിൽ നിന്നും വീതിയുള്ള കസകര മുണ്ടെടുത്ത് അഗ്നിവർണ്ണ പട്ട് പുതച്ചുകൊണ്ട് തേജസ്വിയായ ഒരു യുവാവ് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ആ വരുന്നതാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരി, ഇവിടുത്തെ കൊച്ചു തിരുമേനി, മണിയൻ പറഞ്ഞു. ഹരിയും വിഷ്ണുവും ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ഇത്രയും തേജസ്സുള്ള ഒരു വ്യക്തിയെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് വിഷ്ണുവിന് തോന്നി. പറ്റ വെട്ടിയ മുടി, കട്ടിമീശയും ദീക്ഷയും ഭംഗിയായി വെട്ടി നിർത്തിയിരിക്കുന്നു. കൂട്ടുപുരുവങ്ങൾക്ക് മുകളിലായി വീതിയേറിയ നെറ്റിയിൽ ചന്ദനത്തിൻ്റെയും കുങ്കുമത്തിൻ്റെയും തിലകം. ശാന്തമായതെങ്കിലും ദൃഢമായ കണ്ണുകൾ, ബലിഷ്ഠമായ ശരീരം. ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ മനസ്സിൽ കരുതിയ രൂപമേ അല്ല. ഇപ്രാവശ്യം നല്ല കാര്യവുമായിട്ടാണല്ലോ മണിയൻ്റെ വരവ്. അതെന്താ കൊച്ചു തിരുമേനി അങ്ങനെ പറഞ്ഞത്? അത് ഞാൻ പിന്നീട് പറയാം. അയാൾ ഹരിയെയും വിഷ്ണുവിനെയും മാറി മാറി നോക്കി. ഈ നിൽക്കുന്ന ഹരി ഞങ്ങളുടെ സ്കൂളിൽ പുതിയതായി വന്ന മാഷാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗൗരിക്ക് ഏതോ രക്ഷസിൻ്റെ ഉപദ്രവമുണ്ട്. അതിന് പ്രതിവിധി കാണാൻ ഗോപാലൻ ജോത്സ്യൻ പ്രശ്നത്തിൽ കണ്ടത് തിരുമേനിയെയാണ്. ഇവർക്ക് വഴി കാണിക്കാനാണ് എന്നെയും കൂട്ടി വിട്ടത്. എന്താണ് നിങ്ങളുടെ ഭാര്യയുടെ ഇപ്പോഴത്തെ പ്രശ്നം? ബ്രഹ്മദത്തൻ ഹരിയോട് ചോദിച്ചു. ഈ ഉപദ്രവം അവർക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ വെച്ച് എപ്പോഴെങ്കിലും, അതോ ഇവിടെ താമസത്തിന് വന്നതിന് ശേഷമാണോ ഇത് തുടങ്ങിയത്? ശാന്തമായാണ് അയാൾ ചോദിച്ചതെങ്കിലും ശബ്ദം കരുത്തുള്ളതായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് തിരുമേനി. താമസത്തിന് വന്ന അന്ന് രാത്രിയിൽ അവൾ ആ സത്വത്തെ കണ്ട് ഭയന്നിരുന്നു. അവൾ അതെന്നോട് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ലാതിരുന്ന ഞാൻ അവളെ കളിയാക്കി. എന്നാൽ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഭീകരരൂപത്തെ നേരിട്ട് കണ്ടു. ഹരി പറയുമ്പോൾ ബ്രഹ്മദത്തൻ്റെ നോട്ടം അയാളുടെ കണ്ണുകളിലായിരുന്നു. തോളിൽ കിടന്ന പട്ട് കുടഞ്ഞിടുമ്പോൾ കഴുത്തിൽ കിടന്ന സ്വർണം കെട്ടിയ രുദ്രാക്ഷമാലയുടെ അറ്റത്ത് ഭദ്രകാളിയുടെ സ്വർണരൂപം തിളങ്ങി. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ബ്രഹ്മദത്തൻ ചോദിച്ചു. ഹരിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികകാലമായോ? ഇല്ല തിരുമേനി. ഈ ഗൗരി ഇപ്പോൾ ഗർഭിണിയാണോ? അതെ തിരുമേനി. എന്താ ചോദിച്ചത്? ഹരിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അയാൾ മൂന്നാലാവർത്തി അവരുടെ മുന്നിലൂടെ എന്തോ ആലോചനയോടെ നടന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്ന വാസുദേവൻ നമ്പൂതിരി ചോദിച്ചു. എന്തു തീരുമാനിച്ചു ദത്താ നീ ഇവരുടെ കാര്യത്തിൽ? ശത്രു നിസ്സാരയല്ല. പടുപ്പുരയ്ക്കപ്പുറം വരെ വരാൻ ധൈര്യം കാണിച്ചു. അത് ഓർമ്മ വേണം. ശരിയാണ്, കുറച്ചു സങ്കീർണമായ കാര്യമാണിത്. ഞാൻ എന്തു ചെയ്യണം? നേരിടേണ്ട ശത്രു ഇത്രയും ബലശാലിയായ രക്ഷസാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ഗുരു കാരണവന്മാരോടും പരദേവതകളോടും അനുവാദം ചോദിക്കട്ടെ. അയാൾ നടന്നു ചെന്ന് അറയിലേക്ക് കയറി വാതിലടച്ചു. സമയം പിന്നെയും കടന്നുപോയി. ഹരി പ്രാർത്ഥനയോടെ കാത്തുനിന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബ്രഹ്മദത്തൻ അറവാതിൽ തുറന്നും പുറത്തു വന്നു. ശരീരത്തിൽ ചുറ്റിയിരുന്ന അഗ്നിവർണ്ണ പട്ട് വിയർപ്പിൽ ശരീരത്തോട് ഒട്ടിയിരുന്നു. കൂട്ടുപുരികങ്ങൾക്കിടയിലൂടെ വിയർപ്പിൽ കുതിർന്ന കുങ്കുമം നീണ്ട നാസികാഗ്രത്തിൽ എത്തിയിരുന്നു. അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് എന്തോ പറഞ്ഞിട്ട് ബ്രഹ്മദത്തൻ ഹരിയുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു. ഇത് ഞാൻ ഏൽക്കുന്നു. ഇല്ലപ്പറമ്പിന് മുകളിലൂടെ പറന്ന കടവാവലുകൾ പേടി കിട്ടിയ പോലെ ചിലച്ചുകൊണ്ട് പറന്നകന്നു. അവയുടെ ചിറകടി ശബ്ദം ഇല്ലപ്പറമ്പിൽ കാലിൻ്റെ പാദചലനം പോലെ പ്രതിധ്വനിച്ചു. അവർ തിരിച്ചു പോരുമ്പോൾ ഹരി വലിയ സന്തോഷത്തിലായിരുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം തിരുമേനി വരും.
അതുവരെ ആരും സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൗരിയെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കുന്നവരും അവളുടെ ശത്രുവായിരിക്കുമെന്നാണ് പറഞ്ഞത്. അതാണ് മണിയൻ ചേട്ടനെ ഇല്ലാതാക്കാൻ നോക്കിയത്. ആ സ്ഥിതിക്ക് നീയും സൂക്ഷിക്കണം. ആളെ വെറുതെ പേടിപ്പിക്കല്ലേ ഹരി സാറേ, വിഷ്ണു പറഞ്ഞു. എനിക്കങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ല ഇതിൽ. ഇതേത് രീതിയിലാണ് അവസാനിക്കുക എന്നറിയാനുള്ള ഒരാകാംക്ഷ ഉണ്ടെന്നുള്ളത് നേരാ, അത്രമാത്രം. അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിട്ടുണ്ടെന്ന് മണിയന് തോന്നി. താൻ കണ്ട സത്വത്തിൻ്റെ കൈകളിൽ നിന്നും ഗൗരിയെ രക്ഷിക്കാൻ കൊച്ചു തിരുമേനിക്ക് കഴിയണേ എന്നയാൾ മനസ്സുകൊണ്ട് ആശിച്ചു. ഇല്ലെങ്കിൽ താൻ ഉൾപ്പെടെ ആ രക്ഷസിന് ഇരയാകും. അതോർത്തപ്പോൾ അയാൾ അറിയാതെ നടുങ്ങിപ്പോയി. മണിയനെയും വിഷ്ണുവിനെയും വീട്ടിലാക്കിയ ശേഷമാണ് ഹരി വീട്ടിലെത്തിയത്. അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എല്ലാവർക്കും സമാധാനമായി. ബ്രഹ്മദത്തൻ തിരുമേനി ഗൗരിയുടെ ഉപദ്രവം മാറ്റുന്ന കാര്യം ഏറ്റെടുത്ത വിവരം ഹരി പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഗൗരിയെ നോക്കി. അവളുടെ മുഖത്ത് അപ്പോഴും ഭയമായിരുന്നു. ഇനി നീ ഭയപ്പെടേണ്ട ഗൗരി, ഹരി അവൾക്ക് ധൈര്യം പകർന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം തിരുമേനി വരുമ്പോൾ ചെയ്യാനുള്ള കർമ്മങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളുടെ ചാർത്ത് ഹരി സോമശേഖരൻ നായരെ ഏൽപ്പിച്ചു. 4 നാളുകൾ എന്നത് നീണ്ട കാലയളവായി വീട്ടുകാർക്ക് തോന്നി. തിരുമേനി എത്രയും പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ എന്നവർ ആശിച്ചു. കാരണം അത്രമേൽ അവർ ഭയന്നിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇത്രയും ദിവസം അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ല. ചാർത്ത് പ്രകാരമുള്ള പൂജാ സാധനങ്ങൾ ഒരുക്കി അവർ ബ്രഹ്മദത്തന്റെ വരവിനായി കാത്തിരുന്നു. 4 മണിയായപ്പോൾ ബ്രഹ്മദത്തനെയും കൊണ്ട് മണിയൻ അവിടെ വന്നു. വീട്ടുകാർ ഉപചാരപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചു. കൂടെ വന്ന പരികർമ്മികൾക്ക് വേണ്ട നിർദ്ദേശം നൽകിയിട്ട് അയാൾ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കയ്യിലെ ചരടും കുങ്കുമവുമുള്ള കാലം വരെ അവൾ സുരക്ഷിതയാണെന്ന് അയാൾക്ക് ബോധ്യമായി. എന്നാൽ അവളുടെ ജീവിതത്തിൽ അത് ശാശ്വതമല്ലതാനും. സന്ധ്യയായപ്പോൾ ജാനകിയമ്മ അവിടെ വന്നു. ഹാളിന്റെ മധ്യത്തിലായി ഒരുക്കിയിരിക്കുന്ന മന്ത്രവാദ കളത്തിന് അഭിമുഖമായി ഹോമകുണ്ടത്തിന് മുന്നിൽ ബ്രഹ്മദത്തൻ ഇരുന്നു. നെയ്വിളക്കുകളെല്ലാം തെളിഞ്ഞു കത്തുന്നു. ചന്ദനത്തിരിയുടെയും ഹോമിക്കപ്പെടുന്ന പൂജാദ്രവ്യങ്ങളുടെയും മംഗളഗന്ധം വടമാകം പരന്നു. സമയം കടന്നുപോയി. അന്തരീക്ഷത്തിൽ മന്ത്രധ്വനികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. വിളറി വെളുത്തു നിന്ന ചന്ദ്രകല ഭയന്നിട്ടെന്നതുപോലെ മേഘക്കീറുകൾക്കിടയിൽ മറഞ്ഞു. ഭൂമിയിൽ അന്ധകാരം നിറഞ്ഞു. എവിടെ നിന്നൊക്കെയോ നായ്ക്കളുടെ ഓരിയിടിയിൽ കേട്ടു തുടങ്ങി. വീശിയടിക്കുന്ന കാറ്റിന് വന്യമായൊരു മൂളലുള്ളതുപോലെ. പുറത്തെ പ്രകൃതിയുടെ മാറ്റം അകത്തിരുന്ന് ബ്രഹ്മദത്തന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു. മന്ത്രോച്ചാരണങ്ങൾ ഉച്ചസ്ഥായിയിലായി. അന്ധകാരത്തെ കീറി മുറിച്ചുകൊണ്ട് ഭൂമിയിലേക്കൊരു വെള്ളി വെളിച്ചം വന്നു മറഞ്ഞു. ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് വെള്ളടി വെട്ടി. എല്ലാവരും നടുങ്ങിപ്പോയി. ബ്രഹ്മദത്തന്റെ മുഖം അപ്പോഴും ശാന്തമാണ്. ഹോമകുണ്ടത്തിനപ്പുറമുള്ള ജനൽപാളിയിൽ ഓടിരണ്ട രൂപം തെളിഞ്ഞു. ശ്വാസഗതികൾ ഉച്ചസ്ഥായിലാകുമ്പോഴുള്ള ഒരു ശബ്ദം അവിടെ നിന്നും കേൾക്കുന്നുണ്ട്. സ്ത്രീകളിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. പൊട്ടിച്ചിരിയോടെ ആ കറുത്ത രൂപം ജനൽപാളിയിൽ ആഞ്ഞടിച്ചു. ചില്ലുകൾ ചിതറിത്തെറിച്ചു. ചില്ല് പൊട്ടി വീണ വിടവിലൂടെ അഴുകിയ മാംസത്തിന്റെ രൂക്ഷഗന്ധം ആ മുറിയിലേക്ക് അടിച്ചു കയറി. നിലവിളക്കുകളുടെ വെട്ടത്തിൽ ജനലിനപ്പുറം നിൽക്കുന്ന ഭയാനക സത്വത്തെ എല്ലാവരും കണ്ടു. ബ്രഹ്മദത്തന്റെ പുറകിലായി ഹരിയുടെ കയ്യിൽ പിടിച്ചിരുന്ന ഗൗരിയെ ആ രക്ഷസ് തുറച്ചു നോക്കി. ചോരയും ഉമിനീരും ഇറ്റു വീഴുന്ന നാവ് കൊണ്ട് അത് ചുണ്ടുകൾ നുണഞ്ഞു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ രക്ഷസ് ബ്രഹ്മദത്തനോട് അലറി. എന്റെ കയ്യിൽ നിന്നും ഇവളെ രക്ഷിക്കാൻ നിനക്കാവില്ല ബ്രഹ്മദത്ത. എന്റെ ലക്ഷ്യം മുടക്കി എന്നെ തളയ്ക്കാനും നീ വളർന്നിട്ടില്ല. ഇനിയും നീ അതിന് ശ്രമിച്ചാൽ സർവനാശമായിരിക്കും നിന്റെ കുലത്തിന്. ഒരലർച്ചയോടെ ആ സത്വം ഇരുളിൽ മറഞ്ഞു. അപ്പോഴും ബ്രഹ്മദത്തൻ ശാന്തമായിരുന്നു തൻ്റെ കർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു. കർമ്മങ്ങൾ പൂർത്തിയാക്കി അയാൾ എഴുന്നേറ്റു. നിങ്ങൾ ഇല്ലത്ത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഹരി, നേരിടേണ്ടത് ഒരു സാധാരണ ദുരാത്മാവിനെ അല്ലെന്ന്. അതിനുള്ള വഴികളും കർമ്മങ്ങളും വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന്. ആ രക്ഷസിനെ തളയ്ക്കണമെങ്കിൽ അവളുടെ മൂലസ്ഥാനം കണ്ടെത്തണം. അവളുടെ ഭൂതകാലം അറിയണം. പതിറ്റാണ്ടുകളുടെ ബന്ധനത്തിൽ നിന്ന് മോചിതയായ അവൾ കൂടുതൽ ബലശാലിയും അപകടകാരിയുമാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവൾ എങ്ങു നിന്നും വന്നതല്ല. ഇവിടെ ഈ നാട്ടിൽ പണ്ടെങ്ങോ തളയ്ക്കപ്പെട്ടതിനു ശേഷം ബന്ധനമുക്തയായി പുനർജനിച്ചതാണ്. അതെവിടെ ആയിരുന്നെന്ന് കണ്ടെത്തിയാലേ അവളെ തളയ്ക്കാൻ പറ്റൂ. അതാണ് അവളുടെ വെല്ലുവിളിക്ക് കാരണവും. ഇനി എന്തു ചെയ്യും തിരുമേനി? ഹരി വിറയലോടെ ചോദിച്ചു. എല്ലാവരും സമാധാനമായിരിക്കൂ, നേരം പുലരട്ടെ. ഗൗരിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ബ്രഹ്മദത്തൻ മുറിയിലേക്ക് നടന്നു. നേരം പുലർന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബ്രഹ്മദത്തൻ എന്താണ് പറയുന്നതെന്നറിയാൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പുറത്തേക്ക് വന്നു. കർമ്മങ്ങൾക്ക് സഹായിയായി വന്നവർ വേഷം മാറിയിരുന്നു.
ഹരിയുടെ അടുത്തേക്ക് വന്ന ബ്രഹ്മദത്തൻ അയാളോട് എന്തോ രഹസ്യമായി പറഞ്ഞു. ഹരി പെട്ടെന്ന് കാറിന്റെ താക്കോലും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ഇവർ ഇന്ന് മടങ്ങുകയാണ്. ഞാനും രാമേട്ടനും ഇവിടെ ഉണ്ടാവും. കുറച്ചു ദിവസം സുകുമാരൻ നായരോട് ഇവർ ഇന്ന് മടങ്ങുകയാണ്. ഞാനും രാമേട്ടനും ഇവിടെ ഉണ്ടാവും കുറച്ചു ദിവസം, സുകുമാരൻ നായരോട് ബ്രഹ്മദത്തൻ പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്നവരെ യാത്രയാക്കിയ ശേഷം അയാൾ വന്ന് ഹാളിലെ കസേരയിലിരുന്നു. പുറത്തേക്ക് പോയ ഹരി മണിയനെയും വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴേക്കും സാവിത്രി ടീച്ചർ ചെന്ന് ജാനകി അമ്മയെയും കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവരും ബ്രഹ്മദത്തിന് സമീപമായി ഇരുന്നു. ജാനകി അമ്മയും കൂടി ഞാൻ വിളിക്കാൻ പറഞ്ഞത് എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ്. മണിയനും വിഷ്ണുവിനും എന്നെ സഹായിക്കാൻ പറ്റും. ഹരിക്കോ കുടുംബത്തിനോ ഈ നാടിനെക്കുറിച്ചോ ഇവിടുത്തെ ആളുകളെക്കുറിച്ചോ പഴയ കാലത്തെക്കുറിച്ചോ അറിവുണ്ടാകില്ലെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതാണ് രാവിലെ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്, ബ്രഹ്മദത്തൻ പറഞ്ഞു. എന്താണ് തിരുമേനിക്ക് അറിയേണ്ടത്? ജാനകിയമ്മ ചോദിച്ചു. ജാനകിയമ്മേ, ഇവരിവിടെ താമസത്തിന് വരുന്നതിന് മുമ്പ് ഇവിടെ ആരെങ്കിലും താമസിച്ചിട്ടുണ്ടോ? ഒത്തിരി ആളുകൾ താമസിച്ചിട്ടുണ്ട് തിരുമേനി. അവർക്കാർക്കെങ്കിലും ഇതുപോലെ ഒരു ഉപദ്രവം ഉണ്ടായതായി അറിയാമോ? ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല തിരുമേനി. ഇവിടെ ഇതാദ്യമാ. ഇവരിവിടെ വന്നതിന് ശേഷം ഇവർ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ വന്നപ്പോഴും ഒരു സംഭവം ഉണ്ടായി. അതെനിക്കറിയാം, ജോലിസർ പറഞ്ഞിരുന്നു, ബ്രഹ്മദത്തൻ ഇടയിൽ കയറി പറഞ്ഞു. ഞാൻ ചോദിച്ചത് ജാനകിയമ്മയുടെ ഓർമ്മയിലോ അറിവിലോ ഇവിടെ എവിടെയെങ്കിലും ദുർമരണങ്ങൾ നടന്ന സ്ഥലങ്ങളോ പ്രേതാത്മാക്കളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളോ ഉള്ളതായി അറിയാമോ? ഇല്ല തിരുമേനി. പഴയ കാലത്ത് നല്ല പ്രതാപത്തിലിരുന്ന കുടുംബങ്ങൾ ഏതെങ്കിലും പിന്നീട് ഈ കരയിൽ ക്ഷയിച്ചു പോയതായി അറിയാമോ? ഉണ്ട്, പെട്ടെന്ന് ജാനകിയമ്മ പറഞ്ഞു. എവിടെ? ബ്രഹ്മദത്തൻ ആകാംക്ഷയോട് ചോദിച്ചു. ഇവിടുന്ന് കുറച്ച് അകലെയാണത്. ഈ കാണുന്നതെല്ലാം ആ കുടുംബവക സ്ഥലങ്ങളായിരുന്നു. പഴയ കാലത്ത് ഇക്കരയിലെ നീതിയും നിയമവും നടപ്പിലാക്കിയിരുന്നതും ആ തറവാട്ടിലെ കാരണവന്മാരായിരുന്നു. ദാനധർമ്മികളും പ്രതാപശാലികളും നീതിവാന്മാരുമായിരുന്നു അവർ. എന്നാൽ ഇന്ന് അതെല്ലാം പഴങ്കഥയായി. തറവാടിന്റെ യശസ് കെട്ടു. കുടുംബക്കാരെല്ലാം നാനാ വഴിക്കായി. എന്താണ് ആ തറവാടിന്റെ പേര്? ബ്രഹ്മദത്തൻ ചോദിച്ചു. പൂവത്തുങ്കൽ. എവിടെയാണ് ഈ തറവാട്? ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ അവിടേക്ക്? ഇവിടുന്ന് കുറച്ച് പോകണം തിരുമേനി, മണിയൻ പറഞ്ഞു. നമുക്ക് അവിടം വരെ ഒന്ന് പോകണം, ബ്രഹ്മദത്തൻ പറഞ്ഞു. എപ്പോഴാ തിരുമേനി പോകേണ്ടത്? ഹരി ചോദിച്ചു. ഇപ്പോൾ തന്നെ നമ്മൾ പോവുകയാണ്, അയാൾ പറഞ്ഞു. അവർ പരസ്പരം നോക്കി. എന്തിനാണ് തിരുമേനി പൂവത്തുങ്കൽ പോകുന്നത്? രക്ഷസിന്റെ ഉപദ്രവവും ആ തറവാടുമായി എന്തു ബന്ധം? അവരുടെ മനസ്സിൽ ഉത്തരമറിയാത്ത നിരവധി ചോദ്യങ്ങളുണ്ടായി. ഹരിയുടെ കൂടെ ബ്രഹ്മദത്തൻ ഫ്രണ്ട് സീറ്റിൽ കയറി. രാമേട്ടനും ജാനകിയമ്മയും മണിയനും പിൻ സീറ്റിൽ കയറി. കൂടെ കയറാൻ വന്ന വിഷ്ണുവിനെ ബ്രഹ്മദത്തൻ തടഞ്ഞു. അവർ കയറിയ കാർ മുന്നോട്ട് പോകുന്നത് കണ്ടു. ഹരിയുടെ വീട്ടുകാർ പകച്ചു നിന്നു. വണ്ടി മുന്നോട്ട് കുതിക്കുകയാണ്. ഈ പൂവത്തുങ്കൽ തറവാട്ടിൽ ഇനിയും ഒത്തിരി ദൂരമുണ്ടോ മണിയ? കുറച്ചുകൂടി പോണം തിരുമേനി. ഇപ്പോൾ ആരാണ് ആ തറവാട്ടിൽ താമസമെന്നറിയാമോ? അതറിയില്ല തിരുമേനി. പണ്ട് ഈ കരയിലെ ജന്മി കുടുംബമായിരുന്നു പൂവത്തുങ്കൽ. എന്നാൽ കാലാന്തരത്തിൽ എന്തൊക്കെയോ ദോഷങ്ങൾ കാരണം ദുർമരണങ്ങളും രോഗങ്ങളുമായി തറവാട് ക്ഷയിച്ചു. ശേഷിച്ച കുടുംബാംഗങ്ങളിൽ പലരും നാടുവിട്ടു. അവർക്ക് പോലും അറിയാത്ത തറവാട് വക ഭൂമി ഇപ്പോഴും ഉണ്ട് ഇക്കരയിൽ. മണിയൻ പറയുന്നതെല്ലാം ബ്രഹ്മദത്തൻ മൂളെ കേട്ടുകൊണ്ടിരുന്നു. ഇതെല്ലാം കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞ കേട്ടറിവാണ് തിരുമേനി, മണിയൻ പറഞ്ഞു. ചുറ്റുമുള്ള പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളും കടന്നവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ടാർ റോഡ് കഴിഞ്ഞ് മണിയൻ പറഞ്ഞു കൊടുത്ത മൺ റോഡിലൂടെ വണ്ടി മുന്നോട്ട് പോയി. ആ വഴിയിൽ വണ്ടികളുടെ ടയർ പാടുകൾ വീണിടത്തല്ലാതെ എല്ലായിടത്തും പുല്ലുകൾ പിടിച്ചിരിക്കുന്നു. വലിയ വണ്ടികൾ വന്നു പോയതിനാലാവണം ചിലയിടത്ത് കുഴികൾ കാണാം. ഭാരം കയറ്റിയ വലിയ വണ്ടികൾ വന്നു പോയ അടയാളങ്ങൾ. ഒരു കാട് പിടിച്ച പുരയിടത്തിന് മുന്നിലായി വണ്ടി നിർത്താൻ മണിയൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ആരും താമസമില്ലെന്ന് തോന്നുന്നു. അതാ അങ്ങോട്ടേക്കുള്ള വഴി കാട് പിടിച്ചു കിടക്കുന്നത്, മണിയൻ പറഞ്ഞു. അവർ നടന്ന് കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു തുടങ്ങിയ ഒരു ഗേറ്റിന് മുന്നിലെത്തി. അതിനോട് ചേർന്നുള്ള പടിപ്പുരയുടെ വാതിൽ പാതി തുറന്നു കിടക്കുന്നുണ്ട്. ബ്രഹ്മദത്തൻ പടിപ്പുര വാതിലിലൂടെ അകത്തേക്ക് കടന്നു. കാലം ചില കേടുപാടുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും പഴയകാല നഷ്ട പ്രതാപത്തെ അനുസ്മരിപ്പിക്കും വിധം തല ഉയർത്തി നിൽക്കുന്ന പൂവത്തുങ്കൽ തറവാടൊന്ന് വീക്ഷിച്ച ബ്രഹ്മദത്തന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ സാവധാനം തറവാടിന് തെക്കേ തൊടിയിലൂടെ പടിഞ്ഞാറോട്ട് നടന്നു. മറ്റുള്ളവർ പുറകെ വന്നെങ്കിലും പൂവത്തുങ്കൽ തറവാടിന്റെ വശ്യതയിൽ അവർ അവിടെ തന്നെ നിന്നു. കൂറ്റൻ മരങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്ന തൊടിയിൽ വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ നടന്ന് ബ്രഹ്മദത്തൻ കായൽക്കരയിലെത്തി. രാമേട്ടൻ സാവധാനം നടന്ന തിരുമേനിയുടെ അടുത്തേക്കെത്തി. തറവാടിന് പടിഞ്ഞാറ് വശം കായൽക്കരയിലുള്ള കൽക്കെട്ടിലൂടെ ബ്രഹ്മദത്തൻ മുന്നോട്ട് നടന്നു. തെക്കേ തൊടിയിലെ വലിയ സർപ്പക്കാവും
കുടുംബക്ഷേത്രവും ബ്രഹ്മദത്തൻ കണ്ടു. മുന്നോട്ടു പോകുമ്പോൾ അവിടെ മരച്ചില്ലകൾ കൂട്ടിയിട്ടിരിക്കുന്നു. വലുപ്പമുള്ള മരങ്ങൾ മുറിച്ചതിൻ്റെ ചുവടുകൾ ബ്രഹ്മദത്തൻ കണ്ടു. അയാൾ ആ ചുവടുകൾ സൂക്ഷ്മതയോടെ നോക്കി. 14ഓളം മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. അയാൾ വീണ്ടും മുന്നോട്ട് നടന്നു. സർപ്പക്കാവിനും കുടുംബക്ഷേത്രത്തിനും അപ്പുറം തെക്ക് കിഴക്കേ മൂലയിലായി മുറിച്ചു മാറ്റപ്പെട്ട ഒരു കൂറ്റൻ മരത്തിൻ്റെ അവശേഷിച്ച ചുവട്ടിൽ അയാൾ ചെന്നു നിന്നു. അതിൻ്റെ ചുവട്ടിൽ ഇരുന്ന് അയാൾ സൂക്ഷ്മതയോടെ നോക്കി. അതൊരു കാഞ്ഞിര മരത്തിൻ്റെ ചുവടാണെന്നറിഞ്ഞ ബ്രഹ്മദത്തൻ്റെ ഉള്ളിലൊരു നടുക്കമുണ്ടായി. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു. പിന്നിൽ ആരോ മൂളുന്ന പോലുള്ള ശബ്ദം കേൾക്കാം. പുറകിൽ കാറ്റിന് ശക്തി പ്രാപിക്കുന്നതായി ബ്രഹ്മദത്തൻ അറിഞ്ഞു. സർപ്പക്കാവിൽ നിന്നും പക്ഷികൾ കൂട്ടത്തോടെ ചിലച്ചുകൊണ്ട് പറന്നകന്നു.